ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. ലൈബ്രറിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, പഠനകേന്ദ്രം ഡയറക്ടർ ബഹുമാന്യനായ ശിശുപാലൻ സാർ, മറ്റെല്ലാ സഹോദരി സഹോദരൻ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ശ്രീനാരായണ ഗുരുവിൻ്റെ മതദർശനം. ആത്മോപദേശ ശതകം 44 മുതൽ 49 വരെയുള്ള ശ്ലോകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അപ്പൊ എന്താണ് മതം എന്നത് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. അതിനുശേഷം നമുക്ക് ഗുരുവിന്റെ ദർശനത്തിലേക്ക് മേൽപ്പറഞ്ഞ 44 മുതൽ 49 വരെയുള്ള ശ്ലോകങ്ങളിൽ കൂടി ഒരു വ്യവഹാരം ആവും. എന്താണ് മതം എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ വരുന്നത് ഒരു ഗ്രൂപ്പിൻ്റെയോ ഒരു സമൂഹത്തിൻ്റെയോ ആചാര അനുഷ്ഠാനങ്ങളും വിശ്വാസ പ്രമാണങ്ങളും പരമ്പരയായി കാണുമ്പോൾ അതിൻ്റെ ആകത്തുകയാണ് ഒരു മതം എന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കും. മതം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് പദം റിലീജിയൻ എന്നാണ്. റിലീജിയോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് റിലീജിയൻ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. റിലീജിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിപ്പിക്കുന്നത്, രഞ്ജിപ്പിക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെടുന്ന ഒന്നിപ്പിക്കുന്നത്, ഏകത്വം ഉള്ളത് എന്നതിൻ്റെ അർത്ഥം വരത്തക്ക തരത്തിൽ ഗുരു ഒരു നിർവചനം നൽകിയിട്ടുണ്ടോ എന്നത് നമ്മൾ ഈ 44 മുതൽ 49 വരെയുള്ള ശ്ലോകങ്ങൾ പരിശോധിക്കുമ്പോൾ കാണേണ്ടതാണ്. അപ്പോൾ 44-ാം ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ വിഷയം നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള അടിസ്ഥാന കാരണം ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത കൂടി പരിഗണിച്ചുകൊണ്ടാണ്. ഇന്ന് മതത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ചൂഷണങ്ങൾ, രാഷ്ട്രീയമായ ചൂഷണങ്ങളുണ്ട്, മതപരമായി തന്നെ നേരിട്ടുള്ള ചൂഷണങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മതം ഇന്ന് വലിയ ഒരു വിഷം ആയി മാറിയിരിക്കുന്ന ഒരവസ്ഥ കൂടിയാണ്. ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതകളെ കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ ഗുരുവിന്റെ ദർശനം പഠന വിഷയം ആക്കേണ്ടുന്നത്. ഇനി നമുക്ക് ദർശനം എന്നതിലേക്ക് ഒന്ന് കാണാം. മതദർശനം എന്ന് പറയുമ്പോൾ ദർശനം എന്ന പദത്തിന്റെ അർത്ഥം കാഴ്ച അഥവാ കാഴ്ചപ്പാട് എന്നതാണ്. മതത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് എന്നതാണ് നമ്മൾ വിലയിരുത്താൻ. അതിന് ശാസ്ത്രീയമായി യുക്തിയോടുകൂടി സുവ്യക്തവും സമഗ്രവുമായ ഒരു വിലയിരുത്തൽ ഗുരു നടത്തിയിരിക്കുന്നത് ഈ മേൽ പറഞ്ഞ 6 ശ്ലോകങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് പരിമിതമായ സമയമായതുകൊണ്ട് ശ്ലോകങ്ങളിലേക്ക് കടന്നുകൊണ്ട് ആ ദർശനം എങ്ങനെയാണെന്ന് ഒന്ന് പരിഗണിക്കാം. 44-ാം ശ്ലോകം ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവർക്കും കാണാതെ അറിയാവുന്നതായിരിക്കും. ആത്മോപദേശ ശതകം 44-ാം ശ്ലോകം. പലമതസാരവുമേകമെന്ന് പാരാതെ, പലമതസാരവും ഏകമെന്ന് പാരാതെ. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്.
ആ ശ്ലോകം നമുക്കൊന്ന് പരിശോധിക്കാം, ഒന്ന് ആകെ മൊത്തത്തിലൊന്ന് നോക്കാം. പല മതസാരവുമേകമെന്നു പാരാതെ ഉലകിലൊരാനയിൽ അന്ധരെന്ന പോൽ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവതു കണ്ടലയാതെ അമർന്നിടേണം. പല മതസാരവും ഏകമെന്നു പാരാതെ ഉലകിൽ ഒരു ആനയിൽ അന്ധരെന്ന പോൽ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവതു കണ്ടലയാതമർന്നിടേണം. രണ്ടു ഭാഗമാണ് ഇതിനുള്ളത്. ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞ ഭാഗം, പല മതസാരവും ഏകമെന്നു പാരാതെ. രണ്ടാമത്തെ ഭാഗവും നമുക്ക് തരുന്ന നിർദ്ദേശവും ഉപദേശവുമാണ് അലവതു കണ്ടലയാതമർന്നിടേണം. ഈ രണ്ട് ഭാഗമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണോ? ഒരു സംവാദത്തിൽ ഗുരുവിനോട് ചോദിച്ചത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നുള്ളതിൽ ഒരു ജാതിയും ഒരു ദൈവവും ബോധ്യമായി. പക്ഷെ ഒരു മതം എന്നത് ശരിയാകുമോ? ഓരോ മതങ്ങൾക്കും പ്രത്യേകം അനുഷ്ഠാനങ്ങളും ചിട്ടവട്ടങ്ങളും വിശ്വാസ പ്രമാണങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ്, അല്ലെങ്കിൽ എല്ലാ മതവും ഒന്നാണെന്ന് പറയുന്നത്? അപ്പോഴാണ് ഗുരു ഈ ശ്ലോകത്തിന്റെ വിശദീകരണം ചെയ്തു കൊടുത്തത്. എല്ലാ മതങ്ങളുടെയും സാരം ഏകമാണോ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഗുരു ഒരിക്കൽ ഒരു ഇസ്ലാമിക പണ്ഡിതനോട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ അള്ളാ അള്ളാ എന്ന് പറയുന്നതും മലയാളത്തിൽ അല്ല അല്ല എന്ന് പറയുന്നത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അദ്ദേഹം പറഞ്ഞത് ബന്ധമുണ്ട് എന്നാണ്. രണ്ടും ഒരു അർത്ഥമാണ് എന്നാണ്. മലയാളത്തിൽ നമ്മൾ അല്ല അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ നേതി നേതി എന്ന് പറയും. നേതി നേതി എന്ന് പറയുന്ന ഒരു മെത്തഡോളജിയാണ്, ഒരു അനാലിസിസ് ആണ്, ഒരു ചിന്താ പദ്ധതിയാണ്. എന്താണ് നേതി നേതി എന്ന് പറയുന്നത്? ഇതല്ല 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 എന്ന് പറയുന്ന ഒരു അന്വേഷണത്തിലെ ഒരു ചിന്താ പദ്ധതിയാണ്. എന്തന്വേഷണം? ആത്മ അന്വേഷണം, ദൈവത്തെ അന്വേഷിക്കുന്നത്, പരിപൂർണമായ മൂല്യത്തെ അറിയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആനന്ദാനുഭൂതിക്ക് വേണ്ടി, അതുമല്ലെങ്കിൽ മോക്ഷത്തിന് വേണ്ടി, സ്വാസ്ഥ്യത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി അന്വേഷിക്കുന്ന നമ്മളൊക്കെ എവിടെയാണ് ശാന്തി കിട്ടുക? ഇതാണോ ശാന്തി? ഇതാണോ ശാന്തി? ഇതാണോ ദൈവം? ഇതാണോ ദൈവം? ഇതല്ല 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 എന്ന് പറഞ്ഞ് അന്വേഷിക്കുന്നവൻ തന്നെ കണ്ടെത്തുന്ന ഒരവസ്ഥയുണ്ട്. അതൊരു ചിന്താ പദ്ധതിയാണ്. ഇത് തന്നെയാണ് അള്ളാ എന്ന വാക്കുകൊണ്ടും അർത്ഥമാക്കുന്നതെന്നാണ്. അള്ളാ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു ദൈവത്തെ അല്ല കാണിച്ചു തരുന്നത്. ഇതൊന്നുമല്ല ദൈവം എന്നാണ് അവിടെ പറയുന്നത്. ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്ന് അദ്ദേഹം, ഗുരു പറഞ്ഞതിനോട് അദ്ദേഹം എഗ്രി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗുരു മുഹമ്മദ് നബിയെ അനുകമ്പാ ദശകം എന്ന കൃതിയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് കരുണാവാൻ മുത്തു നബി എന്നാണ്. അനുകമ്പാ ദശകം എന്നൊരു ചെറിയ കൃതിയുണ്ട്. അതിലെ 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നതാണ്. അതിൽ തന്നെ ഗുരു ബുദ്ധനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കരുണക്കടലേ എന്നാണ്. യേശു ക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നതോ പരമേശ പവിത്ര പുത്രൻ എന്നാണ്. എന്തുകൊണ്ടാണ് ഗുരുവിന് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയുന്നത്? എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന ബോധ്യം ഗുരുവിനുണ്ട് എന്നുള്ളതാണ്. എല്ലാ ഗുരുക്കന്മാരും എല്ലാ പ്രവാചകന്മാരും പറയുന്നത് ഒരൊറ്റ വസ്തുതയാണെന്ന് ഗുരുവിന് സുവ്യക്തമായി ബോധ്യം വന്നിട്ടുള്ളതാണ്. ആ ബോധ്യത്തിൽ നിന്നാണ്
ഗുരു ഈ ഓരോ ഗുരുക്കന്മാരെയും അല്ലെങ്കിൽ പ്രവാചകന്മാരെയും ഒന്നിച്ച് ചേർത്ത് വെച്ച് കാണുന്നത്. ഗുരു ഈ നേരത്തെ പറഞ്ഞ അനുകമ്പാ ദശകം എന്ന കൃതിയിൽ തന്നെ ഈ മേൽ പറഞ്ഞ എല്ലാ ഗുരുക്കന്മാരെയും അനുകമ്പ എന്ന ഒരൊറ്റ കണ്ണിയിൽ കോർത്ത് ഇണക്കിയിരിക്കുന്നത് കാണാൻ. ബുദ്ധനെ കരുണയുടെ അടിസ്ഥാനത്തിലും യേശുക്രിസ്തുവിനെ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലും മുഹമ്മദ് നബിയെ സാഹോദര്യത്തിന്റെ അടിസ്ഥാനത്തിലും അവരുടെയൊക്കെ അനുകമ്പ കൊണ്ട് ലോകത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് കാണിക്കുന്നു. നേരത്തെ പറഞ്ഞ അതേ കൃതിയിൽ തന്നെ ഈ അനുകമ്പാ ദശകം അവസാനിക്കുന്നത്, അതിന്റെ 10-ാം ശ്ലോകം അവസാനിക്കുന്നത് എങ്ങനെയാണ്? അരുമാമറയോതും അർത്ഥവും ഗുരുവോതും മുനിയോതും അർത്ഥവും ഒരു ജാതിയിലുള്ളതൊന്നു താൻ പൊരുളോർത്താൽ അഖിലാഗമത്തിനും. എല്ലാ ഗുരുക്കന്മാരും എല്ലാ പ്രവാചകന്മാരും പറയുന്നതിൻ്റെ അർത്ഥം, പൊരുൾ അന്വേഷിച്ചു പോയാൽ അതെല്ലാം ഒരു ജാതിയിലുള്ളതാണ്, ഒന്ന് തന്നെയാണ് അതിൻ്റെ എല്ലാം സാരം എന്ന് ഗുരു പറയുന്നുണ്ട്. അതായത് എല്ലാ മതങ്ങളുടെയും സാരം എന്നത് ഒന്നാണ്. എല്ലാ മതങ്ങളും ലക്ഷ്യം വെക്കുന്ന ഒരു സാരത്തെ ആണ് എന്നാണ്. ഇതാണ് ഈ ശ്ലോകത്തിന്റെ ആദ്യ ഭാഗം. പലമത സാരവും ഏകമെന്നു പാരാതെ. ആ വാക്യാർത്ഥം നമ്മളത് പരിശോധിക്കുമ്പോൾ പല 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 മതങ്ങളുടെയും അല്ലെങ്കിൽ ഓരോ മതങ്ങളും ലക്ഷ്യം വെക്കുന്ന ആത്യന്തികമായ മൂല്യം അല്ലെങ്കിൽ സാരം ഒന്നാണെന്നുള്ളത് അറിയാതെ ഓരോ മതങ്ങളുടെ ഏതെങ്കിലും അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരംശത്തെ മാത്രം സ്വീകരിക്കുകയും മറ്റെല്ലാ അംശത്തെയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടിൽപ്പെട്ട് മനുഷ്യൻ അധപ്പതിച്ചു പോകുന്നു. പലമതസാരവും ഏകമെന്നു പാരാതെ. അത് വിശദീകരിക്കാൻ വേണ്ടിയാണ് പിന്നീട് ഈ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. ആ ഉദാഹരണം എന്താണ്? ആനയെ കാണാൻ പോകുന്ന അന്ധന്മാരുടെ കഥ ഞാനിവിടെ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഇവർക്കെല്ലാം തന്നെ ഈ 4 പേർക്കും 4 അഭിപ്രായം, 4 ആശയങ്ങളാണ് ആനയെക്കുറിച്ചുണ്ടായത്. ആ മൃഗത്തെ സംബന്ധിച്ച് ഒരു പൊതുധാരണയിലെത്താൻ ആർക്കും കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ആർക്കും തന്നെ ആ മൃഗത്തെ സംബന്ധിച്ച് സുവ്യക്തവും സമഗ്രവുമായ ഒരു അറിവ് ഉണ്ടായിരുന്നില്ല. ഒരാൾ പറഞ്ഞു ആന ചൂല് പോലെ ഇരിക്കും, മറ്റൊരാൾ പറഞ്ഞത് തൂണ് പോലെ ഇരിക്കും, മറ്റൊരാൾ പറഞ്ഞത് മുറം പോലെ ഇരിക്കും എന്നാണ്. അപ്പൊ ഈ കണ്ടവർക്കൊക്കെ തന്നെ സമഗ്രമായ ഒരു അറിവ്, ഒരു ധാരണ ഉണ്ടായില്ല. ഒരു പൂർണ്ണമായ ധാരണ ആ മൃഗത്തെ സംബന്ധിച്ച് കിട്ടിയില്ല. എന്നാൽ ധാരണയുണ്ടോ? ഉണ്ട്. ചില കാര്യങ്ങളെ കുറിച്ച് മാത്രം അവർക്കറിയാം. ഇത് തന്നെയാണ് മതത്തിന്റെ കാര്യം. മതത്തെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അറിവ് അല്ലെങ്കിൽ സുവ്യക്തമായ ഒരു അറിവ് ആർക്കും തന്നെ ഇല്ല. എല്ലാവർക്കും ഓരോ മതങ്ങളുടെ ബാഹ്യാംശത്തെ മാത്രം അറിയാം. മതങ്ങളുടെ ബാഹ്യാംശം എന്താണ്? മതങ്ങളുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ചില വിശ്വാസ പ്രമാണങ്ങൾ, രീതികൾ, ഇതൊക്കെ മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ. അത് വെച്ചുകൊണ്ട്, ആ ബാഹ്യാംശത്തെ മാത്രം വെച്ചുകൊണ്ട് മതങ്ങളെ ഒരിക്കലും നമുക്ക് വിലയിരുത്താൻ കഴിയുകയില്ല. അതിൻ്റെ ആന്തരികാംശം അല്ലെങ്കിൽ അത് ലക്ഷ്യീകരിക്കുന്നതായ സാരം എന്താണെന്ന് ആർക്കും തന്നെ അറിയുകയില്ല എന്നുള്ളതാണ്. അത് അറിയാവുന്നത് കൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞ അനുകമ്പാ ദശകത്തിൽ ഗുരു ഈ ഗുരുക്കന്മാരെയും പ്രവാചകന്മാരെയും എല്ലാം ഒരിടത്ത് പ്രതിഷ്ഠിച്ചത്. എല്ലാവരെയും അനുകമ്പ ഈ അനുകമ്പാ ദശകം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്.
അനുകമ്പാ ദശകത്തിൽ വാസ്തവത്തിൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് എടുക്കേണ്ടുന്നത് ദൈവദശകത്തേക്കാൾ പ്രാധാന്യത്തോടുകൂടി അനുകമ്പാ ദശകമാണ് വേണ്ടിയിരിക്കുന്നത്. അവിടെ ഈ എല്ലാ ദൈവിക സങ്കല്പങ്ങളെയും അല്ലെങ്കിൽ ഗുരുക്കന്മാരെയും പ്രവാചകന്മാരെയും ഒരേപോലെ ആരാധനയോടുകൂടി കാണുന്ന ഒരു ഏകത്വ ബുദ്ധി നമ്മളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒരു ഏകാത്മകത ബോധം അതിനവതരിപ്പിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏകാത്മകതാ ബോധത്തിന്റെ ഒരു മാനിഫെസ്റ്റോ ആണ് ഈ അനുകമ്പാദശകം എന്ന് പറയുന്ന പുസ്തകം. നമ്മളൊക്കെ എല്ലാ ദിവസവും ദൈവദശകം ചൊല്ലുന്നതോടൊപ്പം ഇതുകൂടി ചൊല്ലി പഠിക്കേണ്ടതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അനുകമ്പാദശകത്തിന്റെ അവസാനത്തെ ശ്ലോകത്തിൽ ഗുരു അവതരിപ്പിച്ചിരിക്കുന്നത് ഈ എല്ലാ മതങ്ങളുടെയും സാരം ഒന്ന് തന്നെ എന്ന തരത്തിൽ തന്നെയാണ്. അല്ലെങ്കിൽ എല്ലാ പ്രവാചകന്മാരും എല്ലാ ഗുരുക്കന്മാരും പറഞ്ഞിരിക്കുന്നതിന്റെ അന്തസത്ത, അതിന്റെ കേന്ദ്ര ബിന്ദു ഒന്ന് തന്നെയാണെന്നാണ്. അപ്പൊ അവിടെ പല മതസാരം ഏകം എന്ന ആശയം ഗുരു അവതരിപ്പിക്കുന്നത് 1924 ഇവിടെ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ഗുരു ഒരു സർവമത സമ്മേളനം വിളിക്കുകയുണ്ടായി. ലോകത്ത് നടന്ന 2ാമത്തെ സർവമത സമ്മേളനവും ഏഷ്യയിലെ 1ാമത്തെ സർവമത സമ്മേളനവും അന്നൊക്കെ ഉള്ളത് സാറ് നല്ല ഭംഗിയായിട്ട് ഇവിടെ അവതരിപ്പിച്ച് കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ സർവമത സമ്മേളനത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ആ ഉദ്ദേശം ലോകത്ത് ആദ്യം നടന്ന അമേരിക്കയിൽ വെച്ച് നടന്ന സർവമത സമ്മേളനത്തിൽ എല്ലാ മതങ്ങളും അവരവരുടെ മതം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഗുരു ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ സർവമത സമ്മേളനം കൊണ്ട് ഉദ്ദേശിച്ചത്, എല്ലാ മതങ്ങളുടെയും സാരം, കാതൽ ഒന്ന് തന്നെയാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് എന്തിനറിയണം? അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മറ്റുള്ളവരെ ഇത് ബോധ്യപ്പെടുത്താം. അങ്ങനെ അറിയാനും അറിയിക്കാനുമായിരിക്കണം. അതുവരെ എല്ലാ മതങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് തങ്ങളുടെ മതമാണ് ഏറ്റവും കേമം എന്ന് ലോകത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും അതിലേക്ക് ആൾക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടി ഉള്ള നടപടികളും സ്വീകരിക്കാൻ, അവിടെ വാദിക്കാനും ജയിക്കാനുമായിരുന്നു എങ്കിൽ ഗുരു പറഞ്ഞു, മതം അറിയുന്നത്, മതത്തെ പഠിക്കേണ്ടുന്നത്, മതസാരം അറിയേണ്ടിയിരിക്കുന്നത്, മതങ്ങളുടെ മൂല്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവമാകുന്നതോടൊപ്പം തന്നെ അത് ലോകത്തിന് ബോധ്യപ്പെടുത്തി ലോകത്ത് സമാധാനം കൈവരിക്കുന്നതിനുള്ള നിങ്ങളുടെ പങ്ക് അവിടെ വഹിക്കുന്നതിന് വേണ്ടിയാണ്. ആ സമ്മേളനത്തിൽ ഗുരു ഒരു സന്ദേശം എഴുതി കൊടുക്കുകയുണ്ടായി. ശ്രീബുദ്ധന്റെ കരുണയും യേശു ക്രിസ്തുവിന്റെ സ്നേഹവും മുഹമ്മദ് നബിയുടെ സഹോദര്യവും ഈ ലോകത്തിന് അനിവാര്യമാണ്. എല്ലാ മതങ്ങൾക്കും ശ്രേഷ്ഠ മൂല്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി സാഹോദര്യത്തിന് ഇത്ര പ്രാധാന്യം കൊടുത്തത്, അല്ലെങ്കിൽ ഇസ്ലാം എന്തുകൊണ്ടാണ് സാഹോദര്യത്തിന് ഇത്ര പ്രാധാന്യം കൊടുത്തത് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബിയുടെ ചരിത്രം നമ്മൾ ഗഹനമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. വളരെ അസംസ്കൃതമായി അപരിഷ്കൃതമായി കിടന്ന ഒരു സമൂഹത്തെ സംസ്കരിച്ചെടുക്കുന്നതിന് മുഹമ്മദ് നബി എത്രമാത്രം പരിശ്രമിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു സംസ്കരണം യേശു ക്രിസ്തു ചെയ്തിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ കാലത്തിൽ പള്ളികളിൽ പോലും കച്ചവടമായിരുന്നു. സ്നേഹത്തിന് ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ സ്നേഹം എന്ന മൂല്യത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് അവതരിപ്പിക്കുന്നതിന് വേണ്ടി യേശു ക്രിസ്തു ഒരു സമൂഹത്തെ ആകമാനം സംസ്കരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശ്രീബുദ്ധന്റെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. ശ്രീബുദ്ധന്റെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വിഷയം അഹിംസയായിരുന്നു. അഹിംസ എന്ന് പറയുന്നത് പൂജാതി കർമ്മങ്ങളിൽ പോലും ഉണ്ടായിരുന്നു. മൃഗങ്ങളെ മാത്രമല്ല, മനുഷ്യനെ പോലും കുരുതി കൊടുക്കുന്നതായ ഏറ്റവും അധപ്പതിച്ച ഒരു സംസ്കാരം ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അപ്പോഴാണ് ബുദ്ധൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് കരുണയ്ക്കാണ്. അതുകൊണ്ടാണ് കരുണക്കടലേ എന്ന് ഗുരു
ഈ അനുകമ്പാ ദശകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ മതങ്ങളിലും മൂല്യങ്ങൾ ഉണ്ട്. ശ്രേഷ്ഠ മൂല്യങ്ങളില്ലാതെ ഒരു മതത്തിനും നിലനിൽക്കാൻ കഴിയുകയില്ല. അനുകമ്പയും കാരുണ്യവും ക്ഷമയും സ്നേഹവും ആർദ്രതയും ആർജവവും സത്യവും തുടങ്ങിയുള്ള മൂല്യങ്ങളാണ് മനുഷ്യനെ സമഗ്രമായ വികസനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. മനുഷ്യന്റെ വികസനത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് മൂല്യങ്ങളുടെ അഭാവം തന്നെയാണ്. ഇനി നമ്മൾ ശ്രീനാരായണ ഗുരുവിലേക്ക് വരുമ്പോൾ, ഗുരുവിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായിരുന്നത് വിഭാഗീയതയാണ്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യനെ വ്യക്തിവികാസത്തിനുള്ള എല്ലാ സാധ്യതകളും അടച്ചു വെക്കുന്നതാണ് ഈ വിഭാഗീയത. അതുകൊണ്ട് ഗുരു ഏകത്വത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. ഓരോ കാലഘട്ടത്തിൽ ഓരോ ഗുരുക്കന്മാരും ഓരോ പ്രവാചകന്മാരും ഏതൊരു മൂല്യമാണോ അപജയം സംഭവിച്ചത് ആ മൂല്യത്തിന് പ്രാധാന്യം കൊടുക്കുകയും ആ പ്രദേശത്തിലെ സ്വഭാവത്തിനനുസരിച്ചത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഓരോരോ മതങ്ങൾക്ക് ഓരോരോ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന തരത്തിലേക്ക് കടന്നു വന്നത്. അപ്പൊ ഗുരുവിന്റെ കാലഘട്ടത്തിൽ ഈ വിഭാഗീയതയ്ക്ക് ഗുരു ഏറ്റവും ഒരു നിവാരണം മുന്നോട്ട് വെച്ചത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്നതാണ്. ഈ ഒരൊറ്റ സൂക്തം കൊണ്ട് ഗുരു ഒരു ഏകാത്മകത ബോധം സൃഷ്ടിക്കുകയാണ്. ഇത് പറയുമ്പോൾ ഒരു ചെറിയ ഒരു സംഭവം കൂടി പറയാം. ഈ ഒരു 3 മാസത്തിന് മുൻപ് ആറ്റിങ്ങൽ സി ദിവാകരൻ എന്ന പേരുണ്ട്, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിനുള്ള ഒരു ഭാഗ്യം കിട്ടി. അദ്ദേഹം കഴിഞ്ഞിടയിൽ മരിച്ചു പോയി. അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ ആർക്കും വോട്ട് കൊടുക്കാറില്ല. ഇപ്പോൾ വോട്ട് കൊടുക്കുന്നെങ്കിൽ അത് ഹാരി ഡേവിസിനായിരിക്കും. ആരാണ് ഈ ഹാരി ഡേവിസ്? ഗുരുവിന്റെ പ്രഥമ ശിഷ്യനെന്നോ, പ്രഥമ ശിഷ്യൻ എന്ന് പറയുകയല്ല ഉദ്ദേശിക്കുന്നത്, ഏറ്റവും സശിഷ്യൻ എന്നൊക്കെ പറയാൻ കഴിയുന്ന, ഗുരുവിനെ ഏറ്റവും അടുത്തറിഞ്ഞ ഒരു ശിഷ്യൻ എന്ന് പറയുന്നത് നടരാജഗുരുവാണ്. നടരാജഗുരു ഇന്ത്യക്ക് പുറത്തു പോയി ഡബിൾ PhD ഒക്കെ എടുത്ത് ഒരു കാലഘട്ടം. അന്ന് നടരാജഗുരുവായിട്ടില്ല, ഡോക്ടർ നടരാജനാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഹാരി ഡേവിസ് എന്ന് പറയുന്ന ആള് ഒരു ബോംബർ പൈലറ്റാണ്. 2ാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനിക്ക് മുകളിൽ ബോംബിടുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് ഏൽപ്പിച്ച ദൗത്യം. അത് അദ്ദേഹം ഗംഭീരമായി നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇനിയും ഈ പ്രദേശം ഒന്ന് പോയി കാണാം. അങ്ങനെ അദ്ദേഹം വീണ്ടും ജർമ്മനിയിൽ വന്നപ്പോൾ കണ്ട കാഴ്ച അതിദാരുണമായി. കയ്യും കാലും കണ്ണും തലയും ഒക്കെ ഇല്ലാത്ത എത്രയോ ജനങ്ങൾ, മരിച്ചു കിടക്കുന്നത് ലക്ഷക്കണക്കിന് ജനങ്ങൾ. അദ്ദേഹം ആലോചിച്ചു, എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഈ പാവങ്ങളെ, ഈ നിരപരാധികളെ ഞാൻ എന്തിനാണ് കൊന്നത്? ഉത്തരവും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അമേരിക്കയും ജർമ്മനിയും 2 രാജ്യങ്ങളായതുകൊണ്ട്. അമേരിക്കയും ജർമ്മനിയും ഒരു രാജ്യമായിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ വന്ന് യുദ്ധം ചെയ്യേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ യുദ്ധമുണ്ടാകുന്നതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് 2 രാജ്യങ്ങൾ പലതായി വിഭജിക്കുകയോ ജനങ്ങളെ പല മതങ്ങളായി വിഭജിക്കുകയോ ചെയ്യുന്നതിന്റെ കാരണമാണ്. അദ്ദേഹം തീരുമാനിച്ചു, എനിക്ക് ലോകമെല്ലാം ഒരു രാജ്യമായി കാണണം, ലോകത്തെ മനുഷ്യനെയെല്ലാം ഒന്നായി കാണണം, ലോകത്തെ എല്ലാ മതങ്ങളെയും മാറ്റിവെച്ച് ഒരു മതം, മനുഷ്യൻ എന്ന മതത്തിലേക്ക്, ഏത് മതം എന്ന് അദ്ദേഹത്തിന് അറിയില്ല, ഒരു മതത്തിലേക്ക് കടന്നു വരണം. അങ്ങനെ അദ്ദേഹം അത് ആക്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പറ്റില്ല, പ്രവർത്തിക്കണം. അദ്ദേഹം തൻ്റെ പാസ്പോർട്ടൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു, NOC ഒക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഒരു ലോക പൗരനായി തന്നെ പ്രഖ്യാപിച്ചു. അങ്ങനെ അദ്ദേഹം തന്നെ സ്വന്തമായി ഒരു പാസ്പോർട്ടൊക്കെ ഉണ്ടാക്കി ലോകം മുഴുവൻ സഞ്ചരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയുള്ള അദ്ദേഹത്തിനെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ പട്ടാളം അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിനെ അമേരിക്കയിലേക്ക് കടത്തിവിടാൻ ശ്രമിച്ചു. കപ്പലിൽ കയറ്റി വിട്ടു. അദ്ദേഹം കപ്പലിനെടുത്ത് പുറത്തെയാണ്. അപ്പോൾ അവര് വലയിട്ട് അദ്ദേഹത്തെ പിടിച്ചു.
പിടിച്ച് കപ്പലിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞ ഡോക്ടർ നടരാജ ഗുരുകുലം സ്ഥാപിച്ച നടരാജ ഗുരു ഉണ്ടായിരുന്നു. അപ്പൊ നടരാജ ഗുരുവിന് അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ ഈ ലോകം ഒന്നാണെന്ന് പറയുന്നു, ഇവിടെ ഒരു മതമേ ഉള്ളൂ, ഒരു 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 രാജ്യമേ ഉള്ളൂ, ഇത് തെറ്റാണോ? ഇവരെല്ലാം പറയുന്നത് എനിക്ക് ഭ്രാന്താണെന്നാണ്. അപ്പൊ നടരാജ ഗുരു പറഞ്ഞു, ലോകം ഒന്നാണെന്ന് പറയുന്നത് ഭ്രാന്താണെങ്കിൽ എൻ്റെ ഗുരുവിനും ഭ്രാന്താണ്, എനിക്കും ഭ്രാന്താണ്. അതെന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഗുരു പറയുന്നത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നതാണ്. ലോകമെല്ലാം ഒന്നാണ് എന്നാണ്. അപ്പോൾ തന്നെ അദ്ദേഹം നടരാജഗുരുവിൻ്റെ കൂടെ കൂടി രണ്ടുപേരും. അപ്പോൾ നടരാജഗുരു അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ലോകം ഒന്നാണെന്ന് വെറുതെ പറഞ്ഞാൽ ഒക്കില്ല, അതിൻ്റെ പിന്നിലൊരു ദർശനം വേണം, ഒരു കാഴ്ചപ്പാട്, താത്വികമായി നിങ്ങൾ അതിനെ തെളിയിക്കാൻ കഴിയണം. ഓ, അങ്ങനെ ഒരു തത്വമുണ്ടോ, അങ്ങനെ ഒരു ദർശനമുണ്ടോ? അപ്പോൾ ഗുരു പറഞ്ഞു, ഉണ്ടല്ലോ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന സൂക്തത്തിന്റെ പിന്നിൽ അടങ്ങിയിരിക്കുന്ന തത്വം അല്ലെങ്കിൽ ദർശനം. അദ്ദേഹം ഇദ്ദേഹത്തിന്റെ കൂടെ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലേക്ക് വന്ന അന്നത്തെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റുവിനെ കണ്ടിട്ട് ഈ കാര്യം പറഞ്ഞു, ലോകം നമുക്ക് ഒന്നാക്കി കാണണം, ലോകത്ത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ, പല മതങ്ങളോ പല ജാതികളോ പല രാജ്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ നെഹ്റു പറഞ്ഞു, ഞങ്ങൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഒന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടിട്ട് എത്രയോ നാളായി, എങ്ങും എത്തുന്നില്ല. ഒരു രാജ്യത്തെ ഉണ്ടാക്കാൻ ഞങ്ങൾ പാടുപെടുന്നത് ഇങ്ങനെയാണെങ്കിൽ പിന്നെ ലോകം മുഴുവൻ ഒന്നാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എവിടെ ശരിയാവാനാണ്? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഈ ലോകം ഒന്നാക്കാനല്ല പോകുന്നത്, ഈ ലോകം ഒന്നാണെന്നുള്ള സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതാണ് നേരത്തെ പറഞ്ഞ ഹാരി ഡേവിസ് വന്നെത്തി നിൽക്കുന്ന തലം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു തലത്തിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞത്? ഈ ഗുരുവിൻ്റെ ഒരു മതം എന്ന് പറയുന്ന ആശയം കൂടി അതിന് ഉള്ളിൽ കടന്നു വരിക. അപ്പൊ നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? എല്ലാ മതങ്ങളിലും എന്തുണ്ട്? ഒരു ആത്യന്തികമായ മൂല്യമുണ്ട്. എല്ലാ മതങ്ങളും ലക്ഷ്യം വെക്കുന്നതായ ഒരു സാരം ഉണ്ട്. ആ സാരത്തെ മനസ്സിലാക്കാതെ അതിൻ്റെ ബാഹ്യാംശത്തെ മാത്രം മനസ്സിലാക്കിയിട്ട് മതങ്ങളെ വിലയിരുത്തുമ്പോഴാണ് മതവിദ്വേഷം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് മതങ്ങളോട്, ഒരു മതത്തിന് മറ്റൊരു മതത്തോട്, അല്ലെങ്കിൽ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളിന് മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്നവരോട് എതിർപ്പുണ്ടാകുന്നതും മതദ്വേഷമുണ്ടാകുന്നതും മതവൈര്യമുണ്ടാകുന്നതും മതസംഘടന ഉണ്ടാകുന്നതും എല്ലാം. അങ്ങനെയാണെങ്കിൽ ഈ മതസംഘടനകൾ ഉണ്ടാകുമ്പോൾ നാം എങ്ങനെ പെരുമാറണം? അതാണ് ഇതിന്റെ അവസാനം ഗുരു പറയുന്നത്. എന്താണ് അവസാനം പറയുക? അതു കണ്ട് അലയാതെ അമർന്നിടേണം. ഏതു കണ്ട്? അലവതു കണ്ട്. എന്താണ് അലവത്? മതത്തിന്റെ ബാഹ്യാംശത്തെ മാത്രം കണ്ടുകൊണ്ട്, അതായത് പഴം കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തെ പഴം പൊളിച്ചെടുത്ത് പുറത്ത് കളഞ്ഞതിന് ശേഷം തൊലി തിന്നുന്നത് പോലാണ്. നമ്മളതിന്റെ ബാഹ്യാംശത്തിൽ മാത്രമാണ്, ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രമാണ്. നിങ്ങൾ ഏത് മതമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടൻ നമുക്ക് പറയാൻ കഴിയും ഇന്ന ഇന്ന കാര്യങ്ങൾ. അവരുടെ ഒരു ബാഹ്യാംശമാണ് വസ്ത്രധാരണം, അവരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ. പള്ളിയിൽ പോകുന്നു, മോസ്കിൽ പോകുന്നു, അമ്പലത്തിൽ പോകുന്നു, ഗുരുദ്വാരയിൽ പോകുന്നു. അവിടെ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. അവർക്കൊക്കെ പ്രതീകങ്ങളുണ്ട്. ഒരാൾക്ക് പ്രതീകം കുരിശാണെങ്കിൽ മറ്റൊരാളുടെ പ്രതീകം അപ്പ ആണ്, മറ്റൊരാളിന്റെ പ്രതീകം ശിവനാണ്. ഇങ്ങനെ പോകുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ മതം എന്താണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ പ്രത്യക്ഷത്തിൽ തന്നെ മതങ്ങൾ തമ്മിൽ വലിയ അന്തരം ഉണ്ടെന്ന് കാണാൻ കഴിയുകയും ചെയ്യും. ശരിയല്ലേ? ശരിയാണല്ലോ. അപ്പോഴാണ് ഈ ഒരു മതം മറ്റൊരു മതത്തെ ആക്രമിക്കുന്നത് എപ്പോഴും ബാഹ്യാംശത്തിൽ ലെവലിൽ നിന്നുകൊണ്ട് മാത്രമാണ്. അങ്ങനെ സമൂഹത്തിൽ വലിയ അന്തഛിദ്രങ്ങൾ ഉണ്ടാകുമ്പോൾ നാം എന്തു ചെയ്യണം എന്നാണ് ഗുരു പറയുന്നത്.
അപ്പോൾ നാം വളരെ ഉത്കൃഷ്ടമായ വിവേകത്തോടെയും അറിവോടെയും യോഗാത്മകമായ ഒരു സമീപനം, ധ്യാനാത്മകമായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിൽ ചെന്ന് പെട്ടുപോവാതെ, സമൂഹത്തിന്റെ വൈകാരികതയിൽ വീണുപോവാതെ നാം ധ്യാനാത്മകവും യോഗാത്മകവും ആയ ഒരു സമീപനം സ്വീകരിക്കണം. എന്താണ് യോഗാത്മകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യോഗാത്മകം എന്ന പദത്തിന്റെ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഡയലറ്റിക്സ് എന്നാണ്. നമ്മളൊരു നാണയം എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ട് വശങ്ങളുണ്ട്, എതിർവശങ്ങൾ. ഒരു വശത്ത് 2 എന്ന അക്കം, മറ്റേ വശത്ത് അശോക ചക്രം എന്നതാണ്. ഈ അശോക ചക്രവും 2 എന്ന് എഴുതിയിരിക്കുന്ന വശവും ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാനേ കഴിയില്ല, അഥവാ ഒട്ടിച്ചു വെച്ചിരിക്കുകയല്ല. അപ്പോഴാണ് 2 രൂപ എന്ന് പറയുന്ന മൂന്നാമത്തെ മൂല്യം അവിടെ ഉണ്ടാകുന്നത്. മറ്റേത് അക്കം, ഇത് അശോക ചക്രം. അക്കങ്ങൾ സാമ്പത്തികതയാണ്, ഭൗതികതയുടെ പ്രതീകമാണ്. മറ്റേ വശത്ത് അഹിംസയാണ്, അത് ആധ്യാത്മികതയുടെ പ്രതീകമാണ്. ഈ ആധ്യാത്മികതയും ഭൗതികതയും വേർപെടുത്താനാവാത്ത വണ്ണം ചേർന്നിരിക്കുമ്പോൾ നമ്മൾ അതിന് 2 രൂപ എന്ന് വിളിക്കുന്നു. ഭൗതികമായ ശരീരവും അതിലടങ്ങിയിരിക്കുന്നതായ ആത്മാവല്ലെങ്കിൽ മനസ്സും വേർപെടുത്താനാവാത്ത വണ്ണം ഒന്നായിട്ടിരിക്കുമ്പോൾ നമ്മൾ അയാളെ മനുഷ്യൻ അല്ലെങ്കിൽ ജീവി എന്ന് വിളിക്കുന്നു. ഇതാണ് യോഗാത്മകം എന്ന് പറയുന്നത്. പരസ്പര വിരുദ്ധങ്ങളായുള്ള തലങ്ങളെ വേർപെടുത്താനാവാത്ത വണ്ണം ഒന്നായി കാണുന്ന സമീപനത്തെയാണ് യോഗാത്മകം എന്ന് പറയുന്നത്. പരസ്പര വിരുദ്ധങ്ങളാണ് ഹിന്ദു മതവും ക്രിസ്തു മതവും, ഹിന്ദു മതവും ഇസ്ലാം മതവും എന്നൊക്കെ നമുക്ക് തോന്നുന്നു. അതിന് രണ്ടിലും ആന്തരികമായ മൂല്യത്തെ കാണുമ്പോൾ അത് വേർപെടുത്താനാവാത്ത വണ്ണം ഒന്ന് തന്നെയാണെന്നുള്ള ബോധ്യം ഉണ്ടായി. അങ്ങനെ ഒരു ഉത്കൃഷ്ടമായ വിവേകത്തോടെയും അറിവോടും കൂടി നാം ആ വൈകാരികതയെ സമീപിക്കണം. അപ്പോൾ നമ്മൾ ശാന്തരാകും. അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തിയും വാക്കുകളും പെരുമാറ്റവും ശരീരഭാഷയും ഒക്കെ സമൂഹത്തിൽ അന്തഛിദ്രം ഉണ്ടാകുന്നതായി മാറും. ഇന്ന് ഈ വാക്കുകളും പ്രവൃത്തിയും സാമീപ്യം ഒന്നും വേണ്ട. നമ്മൾ വീട്ടിലിരുന്നാൽ മതി. നമ്മൾ വാട്സാപ്പിൽ കൂടിയും ഫേസ്ബുക്കിൽ കൂടിയും ഒക്കെ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ കൊണ്ട് മനുഷ്യൻ തമ്മിൽ അടിച്ച് മരിച്ചു കിടക്കും. അത്ര വൈകാരികതയിലേക്ക് നമ്മൾ ചെന്ന് വീഴുന്നു എന്നുള്ളതാണ്. അങ്ങനെ വൈകാരികതയിൽ വീഴാതിരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി നമ്മൾ ഓരോരുത്തരും മതങ്ങളുടെ മൂല്യത്തെ സംബന്ധിച്ചുള്ള ബോധ്യമുണ്ടാകണം. അപ്പോൾ നമുക്കറിയാൻ കഴിയും എല്ലാ മതങ്ങളിലും മൂല്യങ്ങളുണ്ട്, ആഴത്തിലുള്ള മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും ആർജവത്തിൻ്റെയും ആർദ്രതയുടെയും അലിവിൻ്റെയും ക്ഷമയുടെയും തലത്തിലുള്ളതാണ്. ആ ശ്രേഷ്ഠ മൂല്യങ്ങളാണ് മനുഷ്യനെ സമഗ്രമായ തലത്തിലേക്ക്, സമഗ്രമായ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഏതൊരു മനുഷ്യനും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ മൂല്യങ്ങൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുപോലെ തന്നെ സമൂഹവും നിലനിൽക്കണമെങ്കിൽ ഈ മൂല്യങ്ങൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നതിന് ഇതൊന്നിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊരു ധാരണയാണ് നമ്മുടെ ഒക്കെ ഉള്ളിൽ. നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഡയഗ്രം നിങ്ങൾ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? ഒരു 4 റൗണ്ട് കൊടുത്തിരിക്കുന്നത്, അത് മതങ്ങളെ ഹിന്ദു മതം, ക്രിസ്തു മതം, ബുദ്ധമതം എന്നൊക്കെ വിചാരിച്ചോളൂ. മതങ്ങളെ പ്രതിനിധീകരിക്കാൻ മുകളിൽ ഞാൻ മതങ്ങൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ കൂടി ഇങ്ങനെ അത് ഓരോ മുത്തുകളാണെന്ന് വിചാരിച്ചോളൂ. ആ മുത്തുകളെ കോർത്തിരിക്കുന്ന ഒരു ടൊയിൻ ഉണ്ട്, ഒരു നൂലുണ്ട്. ഇവിടെ നൂലെന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ആ നൂലാണ് എന്തെന്ന് പറയുന്നത്? ആ മതത്തിന്റെ ആന്തരിക തലം, അല്ലെങ്കിൽ അതിൻ്റെ ഓരോ മതത്തിലും അടങ്ങിയിരിക്കുന്നതായ മൂല്യങ്ങൾ ആണ്. ആ മൂല്യങ്ങൾ എല്ലാ മതങ്ങളിലും ഒരുപോലെ ആയതുകൊണ്ട് ആ മൂല്യങ്ങളാണ് മതത്തെ നിലനിർത്തുന്നത്. അതതിൻ്റെ ആന്തരിക മൂല്യങ്ങളാണ്. ഒരു മുത്തുമാല നമ്മൾ എടുക്കുകയാണെങ്കിൽ ധാരാളം മുത്തുകളുണ്ട്. ഈ മുത്തുകളെല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നത്, അതിനെ മാലയാക്കി നിലനിർത്തിയിരിക്കുന്നത് എന്താണ്?
അതിൽ കൂടി കടന്നു പോകുന്ന ടൊയിൻ നൂലാണ്. ആ നൂലിന്റെ സ്ഥാനത്താണ് മതങ്ങളിലെ ആന്തരിക തലം, അല്ലെങ്കിൽ മതങ്ങളുടെ മൂല്യം എന്ന് പറയാം, അല്ലെങ്കിൽ മതം ലക്ഷ്യമാക്കുന്ന സാരം. വ്യക്തമാണല്ലോ ഇപ്പോഴ്. ആ സാരത്തിലാണ് എല്ലാ മതങ്ങളും നിലനിൽക്കുന്നത്. ആ സാരം എല്ലാ മതങ്ങളിലും ഒരുപോലെയാണ്. പക്ഷെ ബാഹ്യത്തിൽ വ്യത്യാസമുണ്ട്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസ പ്രമാണങ്ങളിലും ഒക്കെ വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. ഓരോ മതങ്ങളും ഓരോ നിറങ്ങളാണ്, വ്യത്യസ്തമായിട്ടിരിക്കുകയാണ്. പക്ഷെ അതിൽ കൂടി കടന്നു പോകുന്ന നൂല്, അതിൽ കൂടി കടന്നു പോകുന്ന മൂല്യം, അത് പ്രതിനിധീകരിക്കുന്ന സാരം ഒന്ന് തന്നെയാണ്. ഇത് നമ്മൾ ബോധ്യമാകുമ്പോഴാണ് നമുക്ക് മതവൈര്യം ഇല്ലാതായി മാറുന്നത്. അവരുടെ ബാഹ്യ തലം എന്തുമാവട്ടെ, ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരുടെ ബാഹ്യതലം വളരെ വ്യത്യസ്തമാണ്. പക്ഷെ 5 പേരും സഹോദരങ്ങളാണ്, അല്ലെങ്കിൽ 5 പേരും ഒരു രക്തമാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ അവിടെ ഒന്നിച്ചു കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ലോകത്ത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു കഴിയാൻ കഴിയുന്നത് ഈ മതങ്ങളുടെ സാരം ഒന്നാണെന്നൊരു ബോധ്യം വരുമ്പോഴാണ്. അപ്പോഴാണ് നമ്മൾ അലവത് അലവത് കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത്? ആനയെ കാണാൻ പോയ 4 പേരും തമ്മിൽ ഉഗ്രൻ ശണ്ടയാണ്. ഒരാൾ പറയുന്നത് ഞാൻ കണ്ട ആന തൂണ് പോലാണ്, മറ്റേയാൾ പറഞ്ഞു ഏയ് ആന തൂണ് പോലല്ല, ആന ചൂല് പോലാണ്, അയാൾ വാലിലാണ് പിടിച്ചത്. മറ്റേയാൾ പറഞ്ഞത് മുറം പോലാണെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞതും ശരിയാണ്, ഈ ഓരോരുത്തരും പറഞ്ഞത് ശരിയാണ്. പക്ഷെ ആരും പറഞ്ഞതിന് സമഗ്രതയില്ല. ആരും അതിന് വളരെ സൂക്ഷ്മമായ അന്വേഷണത്തിലേക്ക് പോവാൻ അവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇത് തന്നെയാണ് നമ്മൾ ഓരോ മതത്തെ ഇഷ്ടപ്പെടുന്നതും മതത്തെ എതിർക്കുന്നതും അതിന്റെ ബാഹ്യത്തിൽ കാണുന്ന ചില കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ്. ഒരു പ്രത്യേക സമയത്ത് നിങ്ങൾ പേരൂർക്കടയിൽ വരികയാണെങ്കിൽ ക്ഷേത്രത്തിൽ വലിയ ആഘോഷം നടക്കുന്ന സമയത്ത് കുറെ ആൾക്കാർ നാക്കിൽ കൂടി ഈ സൈഡിലേക്ക് വലിയ കമ്പി കുത്തിയിട്ട് 2 നാരങ്ങായും വെച്ച് തുള്ളുന്ന കാണാൻ കഴിയും. അതിൽ ദൈവത്തെ കണ്ടു എന്നാണ് കൂടുള്ളവരൊക്കെ പറയുന്നത്. ദൈവത്തെ കാണാതിരിക്കത്തില്ലല്ലോ, ഇതിലൂടെ കമ്പി കുത്തിക്കേറ്റ് കഴിഞ്ഞാൽ ദൈവത്തെ കാണും. ഇങ്ങനെയാണ് നമ്മളുടെ ദൈവസങ്കല്പം, നമ്മുടെ മതസങ്കല്പം. ഇതാണ്. ആലോചിച്ച് നോക്കൂ, എന്തൊരു ഗതികെട്ട അവസ്ഥയാണ്. ശബരിമലയിൽ സ്ത്രീകൾ കയറരുതെന്ന് പറഞ്ഞപ്പം ശ്രീനാരായണീയർ, ആരാണ് ഈ ശ്രീനാരായണീയർ? ഇതുവരെയും മനസ്സിലാകാത്തൊരു സാധനമാണ്. വിധവയെ കൊണ്ട് വിളക്ക് കത്തിക്കുകയും ക്ഷേത്രത്തിൽ പൂജ ചെയ്യിപ്പിക്കുകയും ചെയ്ത ഗുരു, ആ ഗുരുവിന്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്നവരാണല്ലോ ശ്രീനാരായണീയർ എന്ന് പറയുന്നത്. ആ ശ്രീനാരായണീയരാണ് സ്ത്രീ അശുദ്ധയാണ്, അതുകൊണ്ട് നീ ക്ഷേത്രത്തിൽ കയറരുത് എന്ന് പറഞ്ഞപ്പോൾ വിളക്കും കത്തിച്ച് ജീവിതത്തിൽ ഒരിക്കലും നാമം ജപിച്ചിട്ടില്ലാത്തവർ വഴിയെ നടന്ന് സമരം ചെയ്ത് നാമം ജപിക്കുന്നു. നമ്മളുടെ മതബോധം പോകുന്നത് കണ്ടില്ലേ? ഒരിക്കലും ഗുരു ശിവഗിരിയിലുണ്ടായിരുന്നപ്പോൾ ഗുരുവിനോടൊപ്പം സഹോദരനയ്യപ്പനും ഒക്കെ ഇരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ വിളക്കൊക്കെ കത്തിച്ച് ഗുരുവിന്റെ ഒരു പൂർണ്ണകായ ഫോട്ടോയിൽ ആ ആരതിയൊക്കെ ഒഴിയുന്നു. അപ്പൊ ഗുരു ഇത് കണ്ടിട്ട് പറഞ്ഞു, കണ്ടോ, ഞാനിവിടെ ഇരിക്കാന്ന് പറഞ്ഞു എത്ര നേരമായി, എനിക്കിതുവരെ ഒന്നും കഴിക്കാനൊന്നും തന്നെ കിട്ടിയിട്ടില്ല, പക്ഷെ എന്റെ ഫോട്ടോയ്ക്ക് എന്തോ ഒരു കാര്യങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഗുരു പറഞ്ഞു, ഇത് മതബോധം കൊണ്ടാണ്. യഥാർത്ഥത്തിലുള്ള സത്യം ഇവിടെ ഇരിക്കുകയാണ്. അതിനെ കളഞ്ഞിട്ട് അതിന്റെ ഫോട്ടോ മായ, നമ്മൾ എത്രമാത്രം മായയിൽ പെട്ടുപോകുന്നു എന്നുള്ളതാണ്. മതത്തിന്റെ ഏറ്റവും വലിയ ദൂഷ്യം നമ്മെ മായയിൽ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. മതത്തിന്റെ ആന്തരികമായ തലം അതിസൂക്ഷ്മമാണ്, അത് കാണാൻ കഴിയില്ലാത്തതാണ്. അത് കാണണമെന്നുണ്ടെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ പോകണമെന്ന് ഈ അടുത്ത ശ്ലോകത്തിൽ പറയുകയും ചെയ്യുന്നു. ആ ആന്തരിക സത്തയെ, ആന്തരിക മൂല്യങ്ങളെ, ശ്രേഷ്ഠ മൂല്യങ്ങളെ തിരിച്ചറിയാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ലോകത്തിന് വിനയായി മാറും, മതങ്ങൾ വിനയായി മാറും. അതിന്റെ 2ാം ഭാഗത്തിന്
നമ്മൾ ആദ്യം പടം, ആ ചിത്രം ക്ലിയർ ആണല്ലോ. അതിന്റെ തൊട്ട് താഴെ നമ്മൾ എഴുതിയിരിക്കുന്നത് മതഭാഗ്യാംശം എന്നാണ്. മതത്തിന്റെ ഭാഗ്യാംശം ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസ പ്രമാണങ്ങൾ, ഇതെല്ലാം എന്താണ്? പാരമ്പര്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. മറ്റൊരു എഴുതിയിരിക്കുന്നത് മതത്തിന്റെ മതസാര മൂല്യങ്ങൾ എന്ന് പറയുന്നത് ജ്ഞാനം, സ്നേഹം, സാഹോദര്യം തുടങ്ങിയുള്ള ശ്രേഷ്ഠ മൂല്യങ്ങളാണ്. ആ ശ്രേഷ്ഠ മൂല്യങ്ങളാണ് മനുഷ്യനെ നിലനിർത്തുന്നു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ മതത്തിൽ കൂടി നാം മോക്ഷം പ്രാപിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രേഷ്ഠ മൂല്യങ്ങളിൽ ജീവിക്കാൻ ഇടയാവും എന്നതാണ്. മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മോചനം എന്നാണ്. അങ്ങനെ മോചനം എന്ന് പറയുമ്പോൾ എല്ലാത്തരം അസ്വാരസ്യങ്ങളിൽ നിന്നുള്ള മോചനം എന്നാണ്. സുഖമായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ സുഖമായിരിക്കുന്ന എപ്പോഴാണ്? നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുമ്പോൾ നമ്മിൽ സ്നേഹമുണ്ടാവും. എല്ലാത്തിനോടും അനുകമ്പ കാണിക്കുമ്പോഴാണ് നമ്മൾ സുഖമായിരിക്കുന്നത്. നമ്മളുടെ വീട്ടിലെ ഒരു കൊച്ചുകുട്ടി കാല് തട്ടി തറയിൽ വീഴുമ്പോൾ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണ് നിറഞ്ഞു പോകും. പക്ഷെ അയൽപക്കത്തെ ഒരു വീട്ടിൽ വീഴുന്ന കാണുമ്പോൾ നമ്മൾ പറയും, കണ്ടോ, പറഞ്ഞനുസരിക്കില്ല, വേണ്ട രീതിയിലൊന്നും നടക്കില്ല എന്ന് പറയും. അനുകമ്പ. എന്ത് പറ്റി? നമ്മുടെ കുഞ്ഞായപ്പോൾ അനുകമ്പയുണ്ട്, മറ്റൊരു കച്ചവട് നമുക്ക് അനുകമ്പയില്ലാതാണ്. അവിടെ നമ്മൾ ഉപാധിയോടുകൂടിയുള്ള അനുകമ്പ അധപ്പതിപ്പിക്കും. നിരുപാധികമായിരിക്കണം നമ്മുടെ സ്നേഹവും അനുകമ്പയും, ക്ഷമയും ആർദ്രതയും ആർജവവും. ഇതെല്ലാം നിരുപാധികമായി വിളങ്ങിയ ആളാണ് ഗുരു. ഗുരുവിന്റെ കണ്ണുകളിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ആ ഒരു ആനന്ദം, ആ ഒരു അനുകമ്പ, ആ സ്നേഹം, ആ ക്ഷമ, ആർദ്രത, ആർജവം. ഇതെല്ലാം ഒരു മനുഷ്യനിൽ നിരുപാധികമായി തിളങ്ങുമ്പോഴാണ് ആ വ്യക്തിയെ നമ്മൾ മോക്ഷം പ്രാപിച്ചവൻ എന്ന് പറയുന്നത്. ഇതാണ് മതങ്ങളുടെ എല്ലാം ആന്തരികമായ സത്യം. ഇതറിയാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അലയേണ്ടി വരുന്നത്. ഈ സമഗ്രമായ മൃഗത്തെ സംബന്ധിച്ച് സമഗ്രമായ ഒരു ധാരണ ആർക്കും ഇല്ലായിരുന്നത് കൊണ്ടാണ് എല്ലാവർക്കും യോജിക്കാൻ കഴിയുന്ന ഒരു ധാരണയിലേക്ക് അവർക്ക് എത്താൻ കഴിയാതിരുന്നത്. ഓരോരുത്തരും അംശങ്ങൾ മാത്രം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവർ തമ്മിൽ അടിയുണ്ടായി. അങ്ങനെ മതങ്ങൾ തമ്മിൽ സ്പർദ്ധയും അടിയും ഒക്കെ ഉണ്ടാവുന്നത് ഈ സമഗ്രബോധം ഇല്ലാത്തത് കൊണ്ടാണ്. അതാണ് അലയുക എന്ന്. അലവത് കണ്ടലയാതമർന്നു. ഇവിടെ ആ അധപ്പതിക്കുന്നത് കണ്ടിട്ട് മതബോധം കൊണ്ട് മത സ്പർദ്ധയും മതങ്ങൾ തമ്മിലുണ്ടായിരിക്കുന്ന സംഘട്ടനമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളും അതിനോട് വൈകാരികമായി പ്രതികരിക്കാതെ ശാന്തരായിരിക്കണം. അതാണ് ഗുരുവിന്റെ ഉപദേശം. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് ഒന്ന് കടക്കാം. 45-ാം ശ്ലോകത്തിൽ ഇതിന്റെ വിശദീകരണമാണ്. ഈ 44-ാം ശ്ലോകവും 49-ാം ശ്ലോകവും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വ്യക്തത വന്നു കഴിഞ്ഞു. 49-ാം ശ്ലോകത്തിലേക്ക് നമ്മൾ ചാടിപ്പോകുന്നില്ല. എങ്കിലും നമ്മൾ അറിയണം, എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന് ആദ്യം സൂചിപ്പിച്ചത്. എല്ലാ മതങ്ങളും ലക്ഷ്യം വെക്കുന്നത് ആനന്ദത്തെ അഥവാ സുഖത്തിന് വേണ്ടിയാണ്. അതാണ് നമ്മൾ 49-ാം ശ്ലോകത്തിലേക്ക് പോകുമ്പോൾ കാണാൻ പോകുന്നത്. അതിലേക്ക് നമ്മളെ കൊണ്ടടുപ്പിക്കുകയാണ് ഈ 2 ശ്ലോകങ്ങളിൽ, അടുത്ത 4 ശ്ലോകങ്ങളിൽ കൂടി. ഈ 45-ാം ശ്ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഒരു മതമന്യനു നിന്യം ഒന്നിലോതും കരു അവരന്റെ കണക്കിനൂനമാകും ധരയിലിതിന്റെ രഹസ്യം ഒന്നുതാനെന്ന് അറിവളവും ഭ്രമമെന്ന് അറിഞ്ഞിടേണം. ഒരു മതമന്യനു നിന്യം
ഒന്നിലോതും കരു അവരന്റെ കണക്കിനൂനമാകും. ധരയിൽ ഇതിന്റെ രഹസ്യം ഒന്നുതാനെന്നറിവളവും ഭ്രമമെന്നറിഞ്ഞിടേണം. മേൽ പറഞ്ഞ പ്രശ്നം മതനിന്ദയും മതബോധം കൊണ്ടുണ്ടാകുന്ന സ്പർദ്ധയും മതസംഘടനകളും എല്ലാം ഇന്ന് നമുക്ക് വളരെ ബോധ്യമാണ് കാര്യം. അത് രാഷ്ട്രീയ പാർട്ടികളും മതങ്ങളെ എത്രമാത്രം പൈശാചികമായി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിന് കാരണം ഇതാണ്: ഒരു മതത്തിൽ പറയുന്ന വസ്തുത അതിൻ്റെ ബാഹ്യാംശം തന്നെ മറ്റൊരു മതത്തിലുള്ളവന് ഇഷ്ടപ്പെടില്ല. എത്ര ആലോചിച്ചാലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കുട്ടികളുടെ വിവാഹം വരുമ്പോഴത്തേക്ക് രണ്ട് മതത്തിലുള്ളവർ തമ്മയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും രണ്ടുപേരും നല്ല ചേർച്ചയും ഒക്കെയാണ്. പക്ഷേ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും അവരെ? എനിക്ക് ഒരു മതം അന്യനു നിന്യം ഒന്നിലോതും കരു. കരു എന്നാൽ അതിൻ്റെ കേന്ദ്ര മൂല്യം. ഒരു മതത്തിലുള്ള അതിൻ്റെ കേന്ദ്ര മൂല്യം അതിനെ വളരെ താറടിച്ച് കാണിക്കുന്ന സമീപനമാണ് മറ്റു മതത്തിലുള്ളവർക്ക്. ഊനം മീൻസ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലാത്ത, കുറ്റപ്പെടുത്തുന്ന അവസ്ഥയ്ക്കാണ് പറയുക. ധരയിൽ ഇതിന്റെ രഹസ്യം, ഈ ഭൂമിയിൽ ഈ മതങ്ങൾ തമ്മിലുണ്ടായിരിക്കുന്നതായ ചേർച്ച അറിയണമെന്നുണ്ടെങ്കിൽ അതൊരു രഹസ്യമാണെന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. എന്താണ് അങ്ങനെ പറയാൻ കാര്യം? രഹസ്യം എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യനൊന്നും മനസ്സിലാകാത്ത സാഹചര്യമാണ്. രഹസ്യം പറയുമ്പോൾ അത് 2, 3, 5, 10 പേരിലൊക്കെ ഒതുങ്ങി നിൽക്കുന്ന കാര്യമാണ്. മറ്റുള്ള സാധാരണക്കാർക്കൊന്നും അറിവില്ല. ഇവർക്ക് 2 പേർക്ക് മാത്രം അറിയാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മതങ്ങളുടെ ഈ ഏകത, മതങ്ങളുടെ ഈ മൂല്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം മതങ്ങൾ എപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമാണ്. മതം എന്ന് പറഞ്ഞാൽ ഉടൻ നമ്മുടെ മനസ്സിൽ വരുന്നത് അവരുടെ ആചാരമാണ്. ക്രിസ്തു മതം എന്ന് പറയുമ്പോൾ ഉടൻ നമ്മളുടെ ഓർമ്മ വരുന്നത് കുരിശാണ്. ഇസ്ലാം മതം എന്ന് ഓർമ്മ വരുന്നത് പെട്ടെന്ന് അവരുടെ ഡ്രസ്സും അതുപോലെ തന്നെ അബ്ബായുടെ ചിത്രവും ഒക്കെയാണ്. ഹിന്ദു മതം എന്ന് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ചില വിഗ്രഹങ്ങളാണ്. ഈ വിഗ്രഹമാണോ ഹിന്ദുമതം? ഈ കുരിശാണോ ക്രിസ്തു മതം? ഇതൊന്നും അല്ലല്ലോ. അബ്ബ ഇതൊന്നും അല്ലല്ലോ. പിന്നെ എന്താണ് ക്രിസ്തു മതം, എന്താണ് ഇസ്ലാം മതം, എന്താണ് ബുദ്ധമതം എന്നന്വേഷിക്കുമ്പോൾ അതിൻ്റെ കേന്ദ്ര തലത്തിലേക്ക് അതിസൂക്ഷ്മമായ ഒരു ഇറങ്ങിച്ചെല്ലൽ ആവശ്യമാണ്. അവിടെ നമ്മൾ ഒരുപാട് വർത്തമാനം പറയേണ്ടി വരും. അതിനൊന്നും നമ്മൾ തയ്യാറല്ല. നമുക്ക് ഓടിച്ചെന്ന് ചില ടെക്നിക്കുകളൊക്കെ നടത്തി പോരുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ നമ്മുടെ മതത്തെ സംബന്ധിച്ചും അന്യമതത്തെ സംബന്ധിച്ചും ഒരു ധാരണയും നമുക്കുണ്ടാവില്ല. അതുകൊണ്ടാണ് ഒരു മതം അന്യന് നിന്യം ഒന്നിലോതും കരു. അതിൻ്റെ കേന്ദ്രമൂല്യം, അതിലടങ്ങിയിരിക്കുന്നതായ വസ്തുത, അതിൻ്റെ സാരം എന്താണെന്ന് സാധാരണക്കാരന് പിടികിട്ടില്ല. അതൊരു രഹസ്യമാണ്. ആ രഹസ്യം ആർക്കാണോ വെളിപ്പെട്ട് കിട്ടുന്നത് അവര് എല്ലാ മതങ്ങളെയും ഒരേപോലെ സ്വീകരിക്കുന്നതായ ഒരു ഏകത്വ ബുദ്ധിയിലേക്ക് കടന്നു വരും. ഗുരു ഒരിക്കല് എറണാകുളത്തൂടി നടന്നു പോയപ്പോൾ ഒരു ജൂത കുടുംബം കണ്ടു, ഒരു വീട് കണ്ടു. അപ്പൊ ഗുരുവിന്റെ കൂടെയുള്ളവർ പറഞ്ഞു, ഈ യഹൂദന്മാര് വലിയ കുഴപ്പക്കാരാണ്, അവരെ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളില്ല. ഇത് കേട്ട ഉടൻ തന്നെ ഗുരു ആ ജൂത വീട്ടിലേക്ക് കയറി ചെന്നു. എന്ന് മാത്രമല്ല, ഗുരു ആ വീട്ടിൽ 2 ദിവസം താമസിച്ചു. ജൂതമതത്തെക്കുറിച്ചും ഹിന്ദു മതത്തെക്കുറിച്ചും ക്രിസ്തു മതത്തെക്കുറിച്ചും വിശാലമായിട്ട് ആ വീട്ടുകാരുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു.
ഇത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ ഇങ്ങനൊരു വീട്ടിൽ ഗുരു വന്നിരുന്നെന്നും അവിടെ താമസിച്ചെന്നും അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നീട് അമേരിക്കയിൽ നിന്ന് ഇഷ്യൂ ചെയ്ത ഇംഗ്ലണ്ടിൽ നിന്ന് ഇഷ്യൂ ചെയ്ത ഒരു മാഗസിനിൽ ആ ജൂത കുടുംബത്തിലെ ഒരാൾ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തതായിട്ട് അറിയുന്നുണ്ട്. അതുപോലെ ഗുരുവരുൾ എന്നൊരു പുസ്തകം, ഗുരുവരുൾ നടരാജഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്ര സ്വഭാവത്തോടു കൂടി എഴുതിയിട്ടുള്ള ഒരു പുസ്തകം, വളരെ വിലപ്പെട്ട ഒരു പുസ്തകം, നമ്മൾ വായിച്ചിരിക്കേണ്ടുന്ന ഒരു പുസ്തകമാണ് ഗുരുവരുൾ. ഈ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ നടരാജഗുരു രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അനുഭവം. നടരാജഗുരു ഒക്കെ ഇങ്ങനെ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ആ ബോട്ടിൽ ഒരു വളരെ സാധാരണക്കാരനായ ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു. വളരെ പാവം പിടിച്ച മണല് വാരിയൊക്കെ ജീവിക്കുന്ന മനുഷ്യൻ. അപ്പൊ ഇവര് ശ്രീനാരായണ ഗുരുവിന്റെ ആൾക്കാരാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഗുരുവിനെ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ യേശു ക്രിസ്തുവിനെ പോലെ ഇരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ചരിത്രം എങ്ങനെയാണ് ഗുരു വന്നതെന്നുള്ളത്, അദ്ദേഹത്തിന്റെ വീടിനടുത്ത് വലിയൊരു സമ്പന്നനും അതുപോലെ തന്നെ വലിയ വിദ്യാഭ്യാസ പ്രഗത്ഭനുമായ ഒരു മനുഷ്യന്റെ വീട്ടിൽ ഗുരു വന്നു. അപ്പൊ അദ്ദേഹത്തിന് തോന്നി ഗുരുവിനെ ഒന്ന് പോയി കാണാം. അദ്ദേഹം പോയി ഗുരുവിനെ ഒളിഞ്ഞു നിന്ന് കണ്ടു. അപ്പൊ ഗുരു അടുത്തേക്ക് വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് യേശു ക്രിസ്തു ആണ് എന്നാണ്. അപ്പോൾ ഗുരു അടുത്ത് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഗുരുവിനോട് ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട് വളരെ ഒരു കുടിലാണ്, ഞാൻ സമ്പന്നനുമല്ല വിദ്യ ഉള്ളവനുമല്ല, യാതൊരു വിദ്യാഭ്യാസവും ഇല്ല, എൻ്റെ വീട്ടിലേക്ക് വിളിച്ചാൽ അങ്ങ് വരുമോ? ഗുരു പറഞ്ഞു, പോകാമല്ലോ, ഞാൻ എന്താ വന്നു കഴിഞ്ഞു. അപ്പോഴേക്കും അദ്ദേഹം ഓടി വീട്ടിൽ പോയി വീടൊക്കെ പെട്ടെന്ന് ഉള്ള വൃത്തിയൊക്കെ ആക്കി റെഡിയാക്കി തയ്യാറായിരുന്നു. അപ്പോൾ ഗുരു വന്നപ്പോൾ അദ്ദേഹം ഗുരുവിൻ്റെ പാദങ്ങൾ കഴുകി, മകനെ കൊണ്ട് പാദങ്ങളൊക്കെ കഴിയിച്ചു. കഴിച്ച് ഏറ്റവും നല്ല ഒരു ഉള്ളതിൽ ഏറ്റവും നല്ല ഒരു കസേരയിൽ ഗുരുവിനെ ഇരുത്തി. ഗുരുവിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം തറയിൽ അദ്ദേഹവും മക്കളും ഒക്കെ വന്നിരുന്നു. മകനോട് ഗുരുവിൻ്റെ കാൽപാദങ്ങളിൽ നമസ്കരിക്കാൻ പറഞ്ഞു. മകനെന്ന് ചെയ്തു. അപ്പം മകന് ഇറങ്ങാൻ നേരത്ത് ഗുരു പറഞ്ഞു, കൂടുള്ളവരോട് പറഞ്ഞു, ഒരു നാണയം, 1 രൂപ, ഇന്നത്തെ 1 രൂപ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അന്ന് നാണയം എന്ന് പറയുന്നത് ഇന്നത്തെ 1 രൂപ, ഇന്നത്തെ ഒരു 1,00,000 രൂപയാണ് ഈ 1 രൂപ അന്നത്തെ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു നാണയം കൊടുത്തിട്ട് അവർ പറഞ്ഞൊരു നാണയം കുട്ടിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. കൊടുത്തിട്ട് ഈ കുട്ടിയോട് പറഞ്ഞു, ഇത് തനിക്ക് ദാനം തരുന്നതല്ല, വെറുതെ തരുന്നതല്ല, പഠിച്ച് മിടുക്കനാവണം, നന്നായി പഠിക്കണം. അങ്ങനെ മിടുക്കനായി കഴിയുമ്പോൾ ഇതേപോലെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കണം. അതാണ് തൻ്റെ ഗുരുദക്ഷിണ. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഗുരു അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം പറഞ്ഞു, അദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു, എന്നെ കാന്യനായി കാണരുത്, നമ്മൾ ഒന്നാണ്. അദ്ദേഹം കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഈ കാര്യം നടരാജ ഗുരുവിനോട് പറയുന്നത്. ഇതാണ് ഗുരുവിൻ്റെ ആ ബോധം എന്ന് പറയുന്നത്. വ്യത്യസ്ത മതങ്ങളെ ഒരു മതം അന്യന് നിന്ദ്യം ആയി കാണുമ്പോൾ ഗുരു ഓരോ മതത്തെയും എങ്ങനെ കാണുന്നു, ഓരോ മതത്തിലുള്ളവരെയും എങ്ങനെ കാണുന്നു എന്നതിൻ്റെ തെളിവാണ്. ആ ഒരു ബോധം നമ്മിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മളവിടെ അടുത്ത ഭാഗം എഴുതിയിരിക്കുന്നത് 2 എന്ന് കൊടുത്തിരിക്കുന്നത്. മത നിന്ന കരുവിൽ ഊനം കാണുന്നത് എന്തുകൊണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. കാരണം അവിടെ എന്തുകൊണ്ടുള്ള സ്പേസ് കുറവായതുകൊണ്ടാണ്. മതം നിന്ന എന്തുകൊണ്ടുണ്ടാവുന്നു, കരുവിൽ, ഒരു മതത്തിന്റെ കരുവിൽ ഊനം അല്ലെങ്കിൽ തെറ്റ് കാണുന്നത് എന്തുകൊണ്ട് എന്നതാണ്. എന്തുകൊണ്ടാണ്? മതസാരങ്ങൾ ചേർത്ത് വെച്ച് കാണാൻ കഴിയാതെ, എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്നുള്ള ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ്. അതിനുള്ള പരിഹാരം എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഗുരുവിന്റെ സമീപനം. ഗുരുവിൻ ക്രിസ്ത്യാനിയും അതുപോലെ തന്നെ ജൂതനും ഒക്കെ എങ്ങനെയാണ്? തന്നെ പോലെയായിട്ട് ഒന്നായിട്ടാണ്. അദ്വൈത ബോധമാണ്. ആ അദ്വൈതമായി ചിന്തിക്കണം. അദ്വൈതമായി ചിന്തിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? സമന്വയാത്മകമാകും. എല്ലാവരെയും സമന്വയിപ്പിക്കുന്ന ഒരു ബോധം നമ്മളിൽ ഉണ്ടാവും. അത് ധ്യാനാത്മകമാകും, അതുപോലെ യോഗാത്മകമാകും, സമഗ്രമായ വീക്ഷണം ഉണ്ടാവും എന്നതാണ് നമ്മൾ ഗുരു കാണിച്ചു തരുന്ന വസ്തുതയാണ്. ഇത് 4 എന്താണെന്നൊന്ന് പറഞ്ഞു തരാം.
എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്നുള്ള ബോധ്യം ഗുരുവിനുണ്ടായപ്പോൾ, അതായത് എല്ലാ മതങ്ങളിലും സ്നേഹത്തിന് പ്രാധാന്യമുണ്ട്, എല്ലാ മതങ്ങളും കാരുണ്യത്തിന് പ്രാധാന്യമുണ്ട്, എല്ലാ മതങ്ങളിലും അഹിംസയ്ക്ക് പ്രാധാന്യമുണ്ട്, എല്ലാം അങ്ങനെ ഓരോന്നും നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാ മതങ്ങളും ശ്രേഷ്ഠ മൂല്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആത്യന്തികമായി ചില മൂല്യങ്ങൾക്ക് ചില മതങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും പൊതുവെ എല്ലാ മതങ്ങളുടെയും സാരം, എല്ലാ മതങ്ങളും ലക്ഷീകരിക്കുന്ന സാരം ഒന്നാണെന്ന് നമുക്ക് ബോധ്യം വന്നാൽ ഒരു മതത്തിൻ്റെ ഊനം, ഒരു മതത്തിൻ്റെ കാതലിൽ, ഒരു മതത്തിൽ അടങ്ങിയിരിക്കുന്നതായ ശ്രേഷ്ഠ മൂല്യത്തോട് നമുക്ക് വെറുപ്പുണ്ടാകാൻ പറ്റില്ല. കാരണം ക്രിസ്തു മതത്തിൽ സ്നേഹത്തോട് നമുക്ക് വെറുപ്പുണ്ടോ? നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സ്നേഹമാണ് എങ്കിൽ നമ്മൾ ക്രിസ്തു മതത്തെ സ്നേഹിച്ചേ മതിയാവും. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മറ്റൊന്നാണ് സാഹോദര്യം. ഇത് ഇസ്ലാം മതം പ്രാധാന്യം കൊടുക്കുന്നതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊന്നാണ് ജ്ഞാനം, അറിവ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദുമതത്തിൽ മാത്രമുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. ചില മതങ്ങൾ ചിലതിന്, അതുപോലെ തന്നെ അഹിംസയ്ക്ക് ബുദ്ധമതം, ഇതെല്ലാം മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരുന്നതാണെങ്കിൽ മനുഷ്യനെ സമന്വയിപ്പിക്കുന്നതാണ്. ഒന്നിപ്പിക്കുക, സമന്വയിക്കുക മീൻസ് ഒന്നിപ്പിക്കുന്നതാണ്. ഏത് മതത്തെക്കാരനെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് യാതൊരു അസ്വസ്ഥതയും ഇല്ലാതെ ശാന്തമായി അയാൾക്ക് ഷെയ്ക്കാൻഡ് കൊടുത്ത്, അയാൾക്ക് കൈകൂപ്പി, അയാളോട് ചിരിച്ച് വണങ്ങി സ്നേഹത്തോടെ നമുക്ക് അയാളെ കൈകാര്യം ചെയ്യാൻ കഴിയും. അടുത്തതാണ് യോഗാത്മകമായ സമീപനം. വ്യത്യസ്തങ്ങളായിട്ടുള്ള മതങ്ങളെ ചേർത്ത് വെച്ച് തൻ്റെ മതം ആയി കാണാൻ കഴിയുന്ന സമീപനമാണ് യോഗാത്മകം. അപ്പോഴാണ് നമ്മൾ ധ്യാനാത്മകമാകുന്നത്. ധ്യാനാത്മകം എന്ന് പറയുന്നത് ശാന്തമായ ഒരു സമീപനം, വളരെ ബോധത്തോട്, അവയർനെസ്, അതാണ് ധ്യാനം എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൂർണ്ണമായ അവയർനെസ്, അവബോധത്തോടെ ഇരിക്കുകയാണ്. ഒരു ബഹളവും കാണിക്കുന്നില്ല, എന്തിലും അവബോധം, ഓരോ മതത്തിലും എന്താണ് എന്നുള്ളത് ബോധ്യത്തോടെ പെരുമാറുമ്പോഴാണ് ധ്യാനാത്മകമായ സമീപനം. ഞാനിവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അല്പം ധ്യാനാത്മകമല്ലെങ്കിൽ എൻ്റെ വയറ് വീടിച്ച് ഞാനിവിടെ വീണുകളായി. കാരണം എന്താണ്? ഇവിടെ സ്പേസ് കുറവാണെന്നുള്ള അവയർനെസ് വന്നു കഴിയുമ്പോൾ ഞാൻ അല്പം ഒന്ന് ഒതുങ്ങി ഇറങ്ങും. ധ്യാനാത്മകമായ നടത്തം, ധ്യാനാത്മകമായ വാക്കുകൾ, ധ്യാനാത്മകമായ ശ്രദ്ധ, ഇതെല്ലാം മതങ്ങളോടും നമുക്ക് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇതാണ് രണ്ടാമത്തെ ശ്ലോകത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഒരു മതമന്യനു നിന്യം ഒന്നിനോതും കരു അവരന്റെ കണക്കിനൂനമാകും ധരയിൽ ഇതിന്റെ രഹസ്യം ഒന്നുതാനെന്നറിവളവും ഭ്രമമെന്നറിഞ്ഞിടേണം. ഹിന്ദു മതത്തോടുള്ള ഭ്രമം, ക്രിസ്തു മതത്തോടുള്ള ഭ്രമം, മറ്റു മതത്തോടുള്ള നിന്ദ്യമായ സമീപനമൊക്കെ ഉണ്ടാകുന്നത് മഹങ്ങളുടെ ബാഹ്യാംശത്തിൽ മാത്രം വ്യവഹരിക്കുകയും ആന്തരികാംശത്തെ, അത് ലക്ഷീകരിക്കുന്ന സാരത്തെ തിരസ്കരിക്കുകയോ അറിയാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥ കൊണ്ടാണ്. അങ്ങനെ എല്ലാ മതങ്ങളുടെയും ആന്തരിക തലത്തിൽ കൂടി സഞ്ചരിക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ തികച്ചും ധ്യാനാത്മകവും യോഗാത്മകവും സമന്വയാത്മകവും ഒക്കെയായ ഒരു സമഗ്രമായ അറിവ് മതത്തെ സംബന്ധിച്ച് ലഭിക്കുകയും എല്ലാ മതങ്ങളെയും സ്വീകരിക്കാൻ കഴിയുന്ന, ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ശാന്തമായ സമീപനം നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടാവുകയും ചെയ്യും. ക്ലിയർ ആണല്ലോ? ചായ കൊടുക്കാൻ സമയമാണ്. ബ്രേക്കില്ലല്ലേ? ആ സാധനം ശരിക്ക് ഇത്തിരി വെള്ളം കുടിക്കേണ്ടതായിരുന്നു. അപ്പം അടുത്ത ശ്ലോകം നമ്മൾ 46 ശ്ലോകത്തിലേക്ക് എത്താം. 49 ശ്ലോകം കൂടെ കഴിയുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒരു സമഗ്രത നമുക്ക് അവതരിപ്പിക്കാൻ കഴിയൂ.
പൊരുതു ജയിപ്പതസാധ്യം ഒന്നിനോടൊന്ന് ഒരു മതവും പൊരുതാലൊടുങ്ങുവീല. പരമതവാദീതോർത്തിടാതെ പാഴേ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. എന്തൊരു പദപ്രയോഗവും എന്തൊരു ഓർമ്മപ്പെടുത്തലും എന്നുള്ളത്. എന്താണ്? പൊരുതു ജയിപ്പത് അസാധ്യം ഒന്നിനോടൊന്ന് ഒരു മതവും പൊരുതാലൊടുങ്ങുവീല. പരമതവാദീതോർത്തിടാതെ പാഴേ, പ്രയോഗം പാഴായി പോവും. നിന്റെ ജീവിതം തന്നെ പാഴായി പോവും. പാഴേ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. നിന്റെ ബുദ്ധിയെ നീ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. പൊരുതു ജയിപ്പത് അസാധ്യം ഒന്നിനോടൊന്ന്, ഒരു മതം മറ്റൊരു മതത്തോട് പൊരുതി ജയിക്കാം എന്ന് വിചാരിക്കുന്നെങ്കിൽ ചരിത്രം ഇന്ന് വരെയും കാണിച്ചിട്ടുള്ളത് അത് നടക്കില്ല എന്നതാണ്. ചരിത്രപരമായി നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പരമതവാദി തന്റെ മതമെന്നും മറ്റു മതവും ഉണ്ടായിരിക്കുന്ന വാദത്തിന്റെ പിന്നാലെ പോകുന്നവർ ഇതോർത്തിടാതെ, ഏതോർത്തിടാതെ, ഒരു മതത്തെ മറ്റൊരു മതത്തിന് പൊരുതി തോൽപ്പിക്കാം എന്നത് ഒരിക്കലും സാധ്യമല്ല എന്നുള്ളത് ഓർത്തിടാതെ വെറുതെ പാഴേ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. പൊരുതി 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 ആ പൊരുതുന്നവൻ നശിച്ചു പോകും. ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ലോകചരിത്രം പരിശോധിക്കുമ്പോൾ ഇങ്ങനെ പൊരുതുന്നവരെയാണ് നമ്മൾ മതഭീകരന്മാർ എന്ന് വിളിക്കുന്നത്. ഹിന്ദു മതത്തിലും ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും ബുദ്ധമതത്തിൽ പോലും ഈ ഭീകരത്വമുണ്ട്. ആ ഭീകരന്മാരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു മതങ്ങളെ തകർത്തിട്ട് തന്റെ മതം മാത്രം സ്ഥാപിക്കാനാണ്. അത് സാധ്യമാണോ? ഒരു 4-5 പോയിന്റ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ട്. എന്തുകൊണ്ട് ഒരു മതത്തെ മറ്റൊരു മതത്തിനെ പൊരുതി തോൽപ്പിക്കാൻ കഴിയുകയില്ല? ഒന്നാമത്തെ കാര്യം, എല്ലാ മതങ്ങൾക്കും, അതാണ് നമ്മൾ ആദ്യം എഴുതി വെച്ചിരിക്കുന്നത്, എല്ലാ മതങ്ങൾക്കും ആഴത്തിൽ വേരുള്ള ഒരു മൂല്യം ഉണ്ട്. കണ്ടല്ലോ അല്ലേ? അത് ഒരു വൃക്ഷം പോലെയാണ്. വൃക്ഷത്തിന്റെ വേരുകൾ നമുക്ക് കാണാൻ കഴിയില്ല പ്രത്യക്ഷമായി. തടിയും ശാഖകളും ഇലകളും ഒക്കെ കാണാം. അപ്പൊ അതാണ് മരത്തിന്റെ ബാഹ്യാംശം എന്ന് പറയുന്നത്. നമുക്ക് കാണാം, അതിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഒരു മതം മറ്റൊരു മതത്തെ ആക്രമിക്കുന്നത് ഏതിലേക്കാണ്? ഈ ആത്യന്തിക മൂല്യത്തെ അല്ല, പിന്നെയോ ഈ പുറമേ കാണുന്ന ഇലകളും കായ്കളും ശാഖകളും ഒക്കെയാണ്. ഒരു മരത്തിന്റെ ശാഖകളൊക്കെ മുറിച്ചു കളഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ആർത്തിയോട് അതിനേക്കാൾ ഗംഭീരമായിട്ട് പിന്നെ കിളിച്ചു വരും, അല്ലെ? ഇപ്പൊ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയുന്ന മരമാണ് ഈ കണിക്കൊന്ന. കണിക്കൊന്നയുടെ നമ്മൾ ശാഖകൾ മുറിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ അതിന്റെ 10 ഇരട്ടിയായിട്ട് അത് കിളിച്ചു വരും. ഇതുപോലെയാണ് മതത്തിന്റെ ബാഹ്യാംശത്തെ മാത്രമാണ് നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇവിടെ ഇസ്ലാം മതവും ക്രിസ്തു മതവും ഒക്കെ ഹിന്ദു മതത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന വിഗ്രഹാരാധനയെ എക്കാലത്തും എതിർക്കുന്നുണ്ട്, അല്ലെ? ഇതുപോലെ ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെയും ക്രിസ്തു മതത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും സിഖ് മതത്തിന്റെയും ഒക്കെ ആചാരങ്ങളെ ഹിന്ദു മതവും എതിർക്കുന്നുണ്ട്. ഞാൻ ഒരു ഉദാഹരണം എടുത്ത് കാണിക്കുകയാണ്. എന്നാൽ ഈ വിഗ്രഹാരാധനയെ തകർക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? എത്ര എതിർത്തിട്ടുണ്ടോ അതിന്റെ 10 മടങ്ങ് വർദ്ധിച്ച് വരികയാണ്.
അത് ശരിയോ തെറ്റോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഒരു മതത്തിന്റെ ഒരു ബാഹ്യാംശത്തെ പോലും തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഇരട്ടിയായി വർദ്ധിച്ചു വരുന്നതാണ്. ഇത് പറഞ്ഞപ്പോ ഈ സന്ദർഭോചിതം പറയുകയാണ്, ഒരു വിഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? വിഗ്രഹത്തിന് രണ്ട് തലങ്ങളുണ്ട്, രണ്ടിനും സമ്മേളിത ഭാവമാണ്. ഒന്ന് അലൗകികമായ അനുഭൂതി ആ ഭക്തന് കിട്ടുന്നുണ്ട്, രണ്ട് ജ്ഞാനോപദേശവുമുണ്ട്. അപ്പൊ ജ്ഞാനോപദേശത്തിന്റെയും അലൗകികമായ അനുഭൂതിയുടെയും ഒരു സമ്മേളിത ഭാവമാണ് വിഗ്രഹം. അല്ലെങ്കിൽ ദിവ്യത്വത്തിന്റെയും തത്വോപദേശത്തിന്റെയും ഒരു സമ്മേളിത ഭാവമാണ്. ഗുരു പറഞ്ഞിട്ടുണ്ട്, ആരും തന്നെ കല്ലിനെ പൂജിക്കുന്നില്ല. പിന്നെ എന്തിനെ അവര് പൂജിക്കുന്നത്? ആ കല്ല് എന്തിനെയാണോ പ്രതിനിധീകരിക്കുന്നത് അതിനെയാണ് ഭക്തൻ അറിയുന്നത്. നോക്കൂ, നമ്മൾ ഈ കഴിഞ്ഞ ഒരു 5-6 മാസത്തിനിടയിൽ ഇന്ത്യയിൽ ഒരു വലിയ പ്രതിഷ്ഠ നടന്നു, അല്ലേ? ഇന്ത്യയിലെ മഹാൻ ആയ പ്രധാനമന്ത്രി അവിടെ പോയി നിന്ന് എവിടുന്നോ ഒരു ദൈവത്തെ ആവാഹിച്ചു കൊണ്ടുവന്ന് അതിനകത്ത് കടന്നു വിട്ടു. പ്രാണപ്രതിഷ്ഠ എത്ര നാളത്തെ ബഹളാണ്! 10,000-കണക്കിന് ആൾക്കാർ നോക്കി നിൽക്കെ വെറുതെ ഒരു കടവിൽ ഇറങ്ങി ഒരു കല്ലെടുത്തുകൊണ്ട് വന്ന് എല്ലാരും കാണുക വെച്ചിട്ട് പറഞ്ഞു, ഇത് ശിവനാണ്, ഇത് ദൈവമാണ്. അവിടെ കൂടി നിന്ന ഒരൊറ്റ മനുഷ്യനും സംശയം ഉണ്ടായിട്ടില്ല ഇത് ദൈവമാണോ അല്ലയോ എന്നുള്ളത്. അവരെല്ലാം അവിടെ ദൈവത്തെ, പരമേശ്വരനെ തന്നെ കണ്ടു. ഈ പ്രാണപ്രതിഷ്ഠാ വേളയിൽ ഒരു ബഹളം ഉണ്ടായില്ല. അവിടെ പാലും തേനും നെയ്യും ഒന്നും കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്തില്ല. ഒരു പൂജാതി ബഹളങ്ങളും സങ്കീർണതകളും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ സങ്കീർണതകളും ഈ ഭയപ്പെടുത്തലും ഒക്കെ എന്തിനാണ്? ഇതൊരു ചൂഷണമാണ്. അങ്ങനെ ചൂഷണമാണ് ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ് ശിവപ്രതിഷ്ഠ. എന്ത് പറഞ്ഞിട്ട് കാര്യം? നമ്മൾ പിന്നെ പ്രാണപ്രതിഷ്ഠയുടെ പുറകെ പോയി പൂണൂലിട്ടവൻ തന്നെ വന്ന് നിന്ന് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ശരിയാവൂ. ആലോചിച്ച് നോക്കൂ. ഒരു പൂണൂലുകാരനും അവിടെ ഉണ്ടായിരുന്നില്ല, ഒരു പ്രാണപ്രതിഷ്ഠ ചടങ്ങും അവിടെ ഉണ്ടായിരുന്നില്ല. നിന്റെ സങ്കല്പം അതാണ് ഗംഭീരം. അപ്പോൾ അവിടെ കല്ലല്ലല്ലോ നമ്മൾ കണ്ടത്, പരമേശ്വരനെ തന്നെയാണ് കണ്ടത്. അതാണ് ആ പ്രതിഷ്ഠയിൽ രണ്ട് തലമുണ്ട്. ഒന്ന് ഗുരു മുന്നോട്ട് വെച്ച ജ്ഞാനോപദേശം, രണ്ട് നമ്മൾ അതിൽ അനുഭവിക്കുന്നതായ ദിവ്യത്വം അല്ലെങ്കിൽ അലൗകികമായ ഒരു അനുഭൂതി നമ്മൾ അവിടെ കിട്ടിയിട്ടുണ്ട്. ശിവപ്രതിഷ്ഠയുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കണ്ണടച്ച് കൈകൂപ്പി നിൽക്കുമ്പോൾ ഒരു ധ്യാനാത്മകമായ തലത്തിലേക്ക് നമ്മൾ പോകും. നമ്മൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകും. ചിലപ്പോൾ നിലവിളിക്കണമെന്ന് തോന്നിപ്പോകും, ചിലപ്പോൾ സങ്കടം വിളിച്ചു പറഞ്ഞെന്നിരിക്കും. എന്തായാലും അവിടെ നമുക്കൊരു ദിവ്യത്വം അനുഭവപ്പെടും. ദിവ്യത്തിൻ്റെ സാന്നിധ്യം അലൗകികമായ അനുഭൂതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതോടൊപ്പം ഗുരു മുന്നോട്ട് വയ്ക്കുന്നതായ അല്ലെങ്കിൽ ആ പ്രതിഷ്ഠ പ്രതിനിധീകരിക്കുന്നതായ ഒരു ജ്ഞാനവും നമ്മുടെ ഉള്ളിൽ തെളിയും. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ പ്രതിമകളും അല്ലെങ്കിൽ പ്രതിഷ്ഠകളിലും പ്രതിനിധീകരിക്കുന്നത് ഒരു സത്യത്തെയാണ്. അതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു ദിവ്യത്വത്തെ അറിയുന്നുണ്ട്. ഗുരുവിനെ ആദ്യം കണ്ട വ്യക്തി ഒരു ദിവ്യത്വം ആണ് അനുഭവിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം ശിവലിംഗ സ്വാമിയായിട്ട് മാറിയത്. അദ്ദേഹം ഗുരുവിനെ കുറിച്ചൊന്നും പഠിച്ച് ശേഖരിച്ചൊന്നും സമ്പാദിച്ചില്ല. ദൃഷ്ടിയിൽ തന്നെ ദിവ്യത്വം തിരിച്ചറിയുന്നു. അങ്ങനെ ഒരു വ്യക്തിയുടെ ദിവ്യത്വം തിരിച്ചറിയുന്നത് പോലെ
മതങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മൂല്യത്തിന്റെ ദിവ്യത്വം തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ മതബോധത്തിൽ നിന്നും അല്ലെങ്കിൽ മതവൈര്യത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. അതിലേക്ക് നമുക്ക് വരാം. അവസാനം ഇനി നോക്കാം എന്താണ് അപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എല്ലാ മതങ്ങൾക്കും ഒരു മൂല്യം ആത്യന്തികമായി അതിൻ്റെ വേരായിരിക്കുന്നതാണ്. ആ ആക്രമിക്കുന്നവെല്ലാം തന്നെ അതിൻ്റെ ബാഹ്യാംശമായ ശാഖകളെ മാത്രമാണ് മുറിച്ചു കളയുന്നത്. അതുകൊണ്ട് അതിനെ നശിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല. ആ മൂല്യത്തെ കാണാനും ഇവർക്ക് കഴിയില്ല. ഒന്ന്, അതുകൊണ്ട് തന്നെ യാതൊരു ബഹളങ്ങൾ നടത്തിയത് കൊണ്ടോ ആക്രമിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ വാചക കസർത്ത് കൊണ്ടോ ഇല്ലാതാക്കാവുന്നതല്ല ഒരു മതത്തിൽ അടങ്ങിയിരിക്കുന്നതായ ശ്രേഷ്ഠ മൂല്യം. രണ്ട്, എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ ഒരു അസ്തിത്വ ഹേതു ഉണ്ട്. എന്നാണ് അസ്തിത്വ ഹേതു എന്ന് പറയുന്നതിന്? അതിനെ നിലനിർത്തുന്ന ഒരു കാരണമുണ്ട്. ആ അസ്തിത്വ ഹേതു മറ്റൊരു മതത്തിൻ്റെ അസ്തിത്വ ഹേതുവുമായി നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. ഉദാഹരണം, മാവിന് ഒരു അസ്തിത്വ ഹേതുവുണ്ട്, പ്ലാവിന് ഒരു അസ്തിത്വ ഹേതുവുണ്ട്. മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ തരുന്നതും പ്ലാവ് ചക്ക തരുന്നതുമാണ്. ചക്കയാണ് മാങ്ങയേക്കാൾ മെച്ചം എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? ചക്കയ്ക്ക് ചക്കയുടേതായ ഒരു ഗുണമുണ്ട്, മാങ്ങയ്ക്ക് മാങ്ങയുടേതായ ഗുണമുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മതങ്ങളെ ആക്രമിക്കുന്നതിൻ്റെ ബാഹ്യാംശത്തെ വെച്ചിട്ടാണ്. ഒരാൾ പറയാണ് മാവിൻ്റെ തടിയേക്കാൾ നല്ലത് പ്ലാവിൻ്റെ തടിയാണ്, അതുകൊണ്ട് പ്ലാവാണ് നല്ലത്. മനസ്സിലാവുന്നുണ്ടോ? പ്ലാവ് നല്ലതാന്ന് പറയുന്നത് പ്ലാവിൻ്റെ തടിയെ മാത്രം വെച്ചിട്ടാണ്. അപ്പൊ അയാൾ കാണുന്നത് അതിൻ്റെ ഒരു വശമേ കാണുന്നു. പക്ഷേ പ്ലാവിൽ നിന്ന് ഒരിക്കലും മാങ്ങ കിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. തെങ്ങിൽ നിന്ന് ഒരിക്കലും നമുക്ക് ആപ്പിള് കിട്ടില്ല. അപ്പം ആപ്പിളിൻ്റെതായ ഒരു അസ്തിത്വ ഹേതു ഉണ്ട് ആപ്പിൾ മരത്തിന്, അതുപോലെ തെങ്ങിനുണ്ട്. ഓരോ മതത്തിനും ക്രിക്കറ്റും ഫുട്ബോളും, ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർ പറയാണ് ക്രിക്കറ്റ് മാത്രമാണ് നല്ല കളി എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഫുട്ബോളിന് ഫുട്ബോളിൻ്റെതായ ഒരു പ്രത്യേകതയും ക്രിക്കറ്റിന് ക്രിക്കറ്റിൻ്റെതായ പ്രത്യേകതയും ഉണ്ട്. അതുപോലെ ഓരോ മതത്തിനും അതിൻ്റെതായ അസ്തിത്വ ഹേതുവുണ്ട്. ഒരു മതത്തെക്കാൾ മറ്റൊരു മതം മെച്ചമെന്നോ മോശമെന്നോ ഒരു രീതിയിലും പറയാൻ കഴിയില്ല. രണ്ട്. മൂന്ന്, ഞാൻ ആ തുടർച്ചയായിട്ടല്ല പറയുന്നത്. മൂന്ന് ഇവിടെ രണ്ടാം എഴുതി വെച്ചിരിക്കുന്നത്, ഇനി പറയാൻ പോകുന്നേ ഉള്ളൂ. മൂന്നാമത് പറയുന്ന കാര്യം, എല്ലാ മതങ്ങളും മനുഷ്യന്റെ ഒരു ആവശ്യം നിവർത്തിക്കുന്നതാണ്. എല്ലാ മതങ്ങളും എന്തായിരിക്കും? എല്ലാ മതങ്ങളും നിവർത്തിക്കുന്ന ഒരു ആവശ്യം. എല്ലാ മതങ്ങളും മനുഷ്യന്റെ ആ ആത്മീയമായ ആശ്വാസം, അതായത് പള്ളിയിൽ പോയാലും ക്ഷേത്രത്തിൽ പോയാലും ഗുരുദ്വാരയിൽ പോയാലും എന്ത് കിട്ടുന്നുണ്ട്? എന്തോ ഒരാശ്വാസം കിട്ടുന്നുണ്ട്. അതെല്ലാ മതങ്ങളിലും. നമ്മൾ മുസ്ലിം പള്ളിയിൽ പോയി രണ്ട് കൈയും ഇങ്ങനെ വെച്ച് നെറ്റ് തറയിൽ മുട്ടിച്ച് ചെയ്യുന്ന പ്രക്രിയയും, ക്രിസ്ത്യൻ പള്ളിയിൽ ചെന്നിട്ട് രണ്ട് മുട്ടുകുത്തി നിന്നുകൊണ്ട് രണ്ട് കൈയും ഇങ്ങനെ വെച്ചിട്ട് സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയും, ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ എന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിന് മുമ്പിൽ നിന്ന് വിളിക്കുമ്പോഴും, അഥവാ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ നമ്മളുടെ ചുണ്ടുകൾ വിറച്ചു പോകുന്നുണ്ടെങ്കിൽ, നമ്മളുടെ തൊണ്ട ഇടറിപ്പോകുന്നുണ്ടെങ്കിൽ, നമ്മളുടെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, ക്രിസ്തുമതവും ബുദ്ധമതവും ഇസ്ലാം മതവും ഹിന്ദു മതവും എല്ലാം ഒരേ അനുഭൂതിയാണ് നൽകുന്നത്, ഒന്ന് തന്നെയാണ്. അത് പള്ളിയിൽ നിന്ന് ദൈവമെന്ന് വിളിച്ചാലും, മുസ്ലിം പള്ളിയിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാലും, അള്ളാഹു എന്ന് വിളിച്ചു കഴിഞ്ഞാലും, ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോഴും നമ്മുടെ തൊണ്ട ഇടറുന്നുണ്ടോ? ദൈവമേ എന്ന് പറയാൻ നമ്മൾക്ക് കഴിയാതെ പോകുന്നുണ്ടോ? നമ്മുടെ കണ്ണുകൾ നിറയുന്നുണ്ടോ? എങ്കിൽ
ദൈവം ഒന്ന് തന്നെയാണ്. എല്ലാ മതങ്ങളുടെയും സാരം ഒന്ന് തന്നെയാണ്. ആ ഒരു ആശ്വാസം എല്ലാ മതങ്ങളിൽ നിന്നും അതിൻ്റെ മതവിശ്വാസികൾക്ക് കിട്ടുന്നുണ്ട്. അതില്ലാതാക്കാൻ മറ്റൊരു മതക്കാരനും പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? മതത്തെ ആക്രമിക്കുമ്പോൾ ഈ വശത്തെ ആക്രമിച്ചില്ലാതാക്കാൻ ആർക്കും കഴിയില്ല. ഇനി മറ്റൊരു വശം, എല്ലാ മതങ്ങൾക്കും രണ്ടു വശങ്ങളുണ്ട്. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഋണാത്മകവും ധനാത്മകവുമായ രണ്ടു വശങ്ങൾ എല്ലാ മതങ്ങൾക്കും ഉണ്ട്. എല്ലാ മതങ്ങൾക്കും നല്ലതും ചീത്തയും എന്ന് തോന്നുന്ന വശങ്ങളുണ്ട് എന്നർത്ഥം. അതിന്റെ ബാഹ്യാംശം പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ നാരങ്ങ കുത്തി കയറ്റുന്ന അവസ്ഥ എന്ന് പറയുന്നത് അത്ര ശരിയല്ല. ശബരിമല പോകണമെന്നുണ്ടെങ്കിൽ പുലി പിടിക്കാതിരിക്കണമെങ്കിൽ ചിരട്ടക്കരി ഇട്ടതിന് ശേഷം അതിന്റെ മുകളിൽ കൂടെ നടക്കണം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നെഗറ്റീവ് വശമാണ്, ഒരു നിഷേധാത്മകമായ ഋണാത്മകമായ വശമാണ്. എന്നാൽ ശബരിമല പോകുന്നതിന് മുമ്പ് 51 ദിവസം വ്രതം നോക്കണമെന്ന് പറയുന്നത് അതിൻ്റെ ഒരു പോസിറ്റീവ് വശമാണ്. അതുപോലെ തന്നെ ഹിന്ദു മതത്തെ ആകെ എടുക്കുമ്പോൾ അതിനുണ്ടാകുന്നതായ നേരത്തെ പറഞ്ഞ മൂല്യങ്ങൾ, സ്നേഹവും ആർദ്രതയും കരുണയും ഒക്കെയുണ്ട്. ഇത് മറ്റു മതങ്ങളിലുമുണ്ട്. അപ്പോ എല്ലാ മതങ്ങളിലും എന്തുണ്ട്? രണ്ടു വശമുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? ശ്രദ്ധയുണ്ടോ? അതോ വിട്ടുപോയോ? ഉറക്കം, ഉഴുന്നുവട, ചായ? കാത്തിരിക്കുകയാണ് അല്ലേ? ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ എല്ലാ മതങ്ങളിലും ഈ രണ്ടു വശമുള്ളപ്പോൾ ഒരു മതം മറ്റൊരു മതത്തെ ആക്രമിക്കുന്നത് ഒരു മതം അതിൻ്റെ ധനാത്മകമായ വശത്തെ വെച്ചുകൊണ്ട് മറ്റേ മതത്തിന്റെ ധനാത്മകമായ വശത്തെയാണ് ആക്രമിക്കുന്നത്. അതായത് ഈ മതത്തിന്റെ ഏറ്റവും നല്ല മൂല്യങ്ങൾ എടുത്തിട്ട് മറ്റു മതത്തിന്റെ നല്ല മൂല്യങ്ങൾ ഇതിനേക്കാൾ മെച്ചമാണെന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. ആണല്ലോ. നോക്കൂ, ഇതൊരു കാന്തത്തിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ഒരു കാന്തത്തിന് രണ്ടു വശങ്ങളുണ്ട്. അതിനെ നെഗറ്റീവും കൂടെ ചേർത്ത് വെച്ചാൽ എന്ത് ചെയ്യും? ചേർന്നിരിക്കില്ല, അകന്നു പോകും. പോസിറ്റീവും കൂടെ ചേർന്ന് വെച്ചാലും അകന്നു പോകും. അത് ചേർന്നിരിക്കണമെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും കൂടെ വന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. മതങ്ങളെ ആക്രമിക്കുമ്പോൾ അതിന്റെ നല്ല വശം കൊണ്ട് മറ്റേ മതത്തിന്റെ നല്ല വശത്തെ ആക്രമിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് ചേർന്ന് വരില്ല. അത് ആ മതങ്ങൾ അകന്നു പോവുകയുള്ളൂ. ഇതുപോലാണ് ഇതിന്റെ തെറ്റായ വശത്തെ ആക്രമിക്കാൻ പോകുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ മതത്തിൽ ഇന്ന കുഴപ്പമില്ലേ എന്ന് ചോദിക്കും, അവർ തിരിച്ച് ഇങ്ങോട്ടിരുന്ന് നിങ്ങളുടെ മതത്തിൽ ഇന്ന കുഴപ്പമില്ലേ? അപ്പൊ ഈ മതങ്ങൾ നമ്മൾ ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയത്തില്ലാത്ത അവസ്ഥയുണ്ടാവും. അങ്ങനെ ഒരു മതത്തിനും മറ്റൊരു മതത്തെ തകർക്കുന്നതിന് അതിന്റെ ഏതെങ്കിലും ഒരു വശം വെച്ചുകൊണ്ട് മറ്റേ മതത്തെ ആക്രമിക്കാൻ ഒരിക്കലും വിജയിക്കത്തില്ല, പരാജയപ്പെടുത്താൻ പറ്റില്ല. ഒരു മതത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ ഈ രീതി കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ അത് അസാധ്യം ആണ്. ഇനി നമ്മൾ ഏറ്റവും അവസാനം ചരിത്രമാണ്. ചരിത്രം നമുക്ക് പരിശോധിച്ച് നോക്കാം. ക്രിസ്തു മതത്തിൽ തന്നെ പ്രൊട്ടസ്റ്റാന്റിസം എന്ന് പറയുന്ന ഒരു വിഭാഗവും കത്തോലിക്കൽ എന്ന് പറയുന്ന ഒരു വിഭാഗവുമുണ്ട്. കത്തോലിക്കൻ ഈ പോപ്പിനെ എതിർത്തുകൊണ്ട് മുൻപോട്ട് വന്ന ഒരു വിഭാഗമാണ് പ്രൊട്ടസ്റ്റാന്റുകൾ. നമ്മളിവിടെ പറയുന്ന മർത്തോമാക്കാരെന്ന് പറയുന്നതും ബെന്തക്കോസ് എന്നൊക്കെ പറയുന്ന എല്ലാം ഈ പ്രൊട്ടസ്റ്റാന്റുകളാണ്. അവര് കത്തോലിക്കക്കാരെ ഇല്ലാതാക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. കത്തോലിക്കക്കാരില്ലാതായ നൂറ്റാണ്ടുകളായി ഇവർ തമ്മിലുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും പ്രൊട്ടസ്റ്റാന്റുകൾക്ക് കത്തോലിക്കക്കാരെയും തിരിച്ചും ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചരിത്രം കാണിക്കുന്നു. 100 years വാർ, 100 വർഷത്തെ യുദ്ധം നടന്നു. ഒരു മതം മറ്റൊരു മതത്തിനെതിരെ. ഇല്ലാതായോ മതമേതെങ്കിലും? ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ മതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി മറ്റു മതങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇല്ലാതായിട്ടുണ്ടോ? ഏതൊരു മതത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ആ മതം കൂടുതൽ ശക്തിയോടെ വളർന്ന് വ്യാപിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പം ഒരു മതത്തെ ഇല്ലാതാക്കിയിട്ട് മറ്റൊരു മതത്തിന് ആധിപത്യം സ്ഥാപിക്കാം എന്ന് പറയുന്നത് വെറും അബദ്ധമാണ്. പൊരുതു ജയിപ്പതസാധ്യം ഒന്നിനോടൊന്ന് ഒരു മതവും പൊരുതാൽ ഒടുങ്ങുവീല. പരമതവാദിയോർത്തിടാതെ, ഇത് പരമതവാദി മറ്റു മതങ്ങളെയോട് വിരോധം വെച്ചുകൊണ്ട് അതിനെ ആക്രമിക്കാൻ ചെല്ലുന്ന മഠയൻ ഇതോർത്തിടാതെ, ഈ വസ്തുത, ഏത് വസ്തുത? ഇപ്പൊ നമ്മൾ 5 വസ്തുത, ഇതിലെല്ലാം കാണിക്കുന്നത് ഒരു മതത്തെ മറ്റൊരു മതത്തിന് ഇല്ലാതാക്കാൻ പറ്റില്ല. ഇതോർത്തിടാതെ പാഴേ പൊരുതു പൊലിഞ്ഞിടുമെന്ന് ബുദ്ധി വേണം. ഒരു മതത്തെ നമ്മൾ ആക്രമിക്കാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഒരു ബുദ്ധി ഉണ്ടാവണം. ഒരു മതത്തിൻ്റെയും ആന്തരിക തലങ്ങളെ, ഒരു മതത്തിൻ്റെയും സാരാംശത്തെ മറ്റൊരു മതത്തിന് ഇല്ലാതാക്കാൻ കഴിയുകയില്ല. കാരണം ഓരോ മതവും അതിൻ്റെ പ്രതിബിംബത്തോട് യുദ്ധം ചെയ്യുന്നതിന് തുല്യമാണ്. ആ മതത്തിലും സ്നേഹമുണ്ട്, ഈ മതത്തിലും സ്നേഹം ആത്യന്തികമായിട്ടുണ്ട്. ആ മതത്തിലും ആർദ്രതയും കരുണയും ക്ഷമയും എല്ലാം ഉണ്ട്. അങ്ങനെ മനുഷ്യനെ ആത്യന്തികമായി സമഗ്രമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ആവശ്യമായ മൂല്യങ്ങളെ മനുഷ്യന് ഇല്ലാതാക്കാൻ കഴിയില്ലാത്തിടത്തോളം കാലം ഒരു മതത്തെ മറ്റൊരു മതത്തിന് ആക്രമിച്ച് ഇല്ലാതാക്കാൻ കഴിയുകയില്ല. ഈ 3 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അടുത്ത 3 ശ്ലോകങ്ങൾ നമ്മൾ നാളെ ചർച്ച ചെയ്യും. നാളത്തെ ദിവസം ഇന്ന് വന്നിരിക്കുന്ന ഒരാളും വരാതിരിക്കരുത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയിൽ കൂടിയാണ് നാളെ കടക്കാൻ പോകുന്നത്. ആ പ്രക്രിയ നിങ്ങളെ ഇതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയ നിവാരണം ചോദിക്കാനോ എന്തെങ്കിലും പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ് ഇപ്പൊ. എന്തും ചോദിക്കാം. ഉണ്ടാകുന്ന എല്ലാ സംശയങ്ങളും നിവാരണം വരുത്തണം. അതുകൊണ്ടാണ് ഞാൻ ബോധപൂർവം സമയം തന്നത്. എന്ന് അഭിമാനിക്കുന്നവർ വ്യക്തമാണ്. കാരണം പോകണം എന്നൊരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് വായിച്ചിട്ടോ വായിക്കാതെയോ ഈ സാർ നേരത്തെ പറഞ്ഞ നിലപാടിലേക്ക് പോയി. അപ്പൊ അത് എന്താണ് ശ്രീനാരായണ ദർശനങ്ങളും ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കൺസോൾട്ടേറ്റ് ചെയ്തൊരു വ്യക്തമാക്കിയിട്ടുണ്ട്. ഗുരുവിന്റെ അനുയായികളെന്ന് പറഞ്ഞ് വരുന്നവർ തന്നെ ഈ പ്രാണപ്രതിഷ്ഠയുടെ പിറകെ പോകുന്ന ഒരു കാലഘട്ടം. അപ്പൊ ഇതെല്ലാം തന്നെ ഈ ഗുരുവിന്റെ അനുയായികളെന്നോ അല്ലെങ്കിൽ ഗുരുവിന്റെ സന്ദേശവാഹകരെന്ന് അവകാശപ്പെടുന്നത് അവരൊരു പ്രത്യേക മതത്തിന്റെ ഭാഗം നോക്കുകയാണ്. ഗുരുവിന്റെ മതേതര കാഴ്ചപ്പാടിനെ അവർ അംഗീകരിക്കുന്നു. ഒരു പ്രത്യേക മതത്തിന് വേണ്ടി, ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്നവരായി അധപ്പതിച്ച ഒരു രംഗമാണ് കാണാൻ കഴിയും. അപ്പൊ ഇന്ന് സാറിവിടെ ഗുരുവിന്റെ ദർശനം ഇതേപോലെ മറ്റൊരു രീതിയിൽ പറയും. പറയുന്നത് ഗുരുവിന്റെ ഒരു മതത്തിന്റെ ഹിന്ദു സന്യാസിയുടെ പരിവേഷം അണിയിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഗുരു ഒരു ഹിന്ദു സന്യാസിയാണോ എന്നൊരു ചോദ്യത്തിന് ഒരു ഉത്തരം വളരെ പ്രധാനമാണ്. ഓക്കെ, 2 ചോദ്യങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, ശ്രീനാരായണീയം എന്നുള്ളവര് ഗുരു കാണിച്ചു തന്ന പാതയിൽ നിന്ന് അകന്നു പോകുന്നു. രണ്ടാമത്തേത്,
അതിനകത്ത് പറഞ്ഞില്ല. ആ ആ yes, yes, yes. സ്ത്രീകൾ പോകണം, ആ സ്ത്രീകൾ ശബരിമല പോകണം എന്ന് ഒരു പോകണ്ട എന്ന് പറയുന്നത്. yes, yes, yes. Okay. ഇപ്പൊ കൊടുക്കുകയാണോ അത്? ഓക്കെ, അത് കൊടുത്ത് കഴിഞ്ഞിട്ട് പറയാം, അല്ലെങ്കിൽ നടക്കില്ല. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്നത് മറ്റേ ചോദ്യം ഇതാണ്: ഗുരു ഒരു ഹിന്ദു സന്യാസി ആണോ എന്നൊരു ചോദ്യം കൂടിയാണ്. നമ്മൾ ഹിന്ദു എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം ഒന്ന് അറിയാം. ഹിന്ദു എന്ന പദം എന്ന് പറയുന്നത് ഹിമാലയം മുതൽ ദക്ഷിണ ഉദതി വരെയുള്ള മേഖലകളിൽ വസിക്കുന്നവരെയാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹിമാലയം മുതൽ നമ്മുടെ ഈ ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള മേഖലയിൽ താമസിക്കുന്നവരെല്ലാം ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പല വിശ്വാസികളുണ്ട്. ബുദ്ധ മതവിശ്വാസികളുണ്ട്, ക്രിസ്തു മതവിശ്വാസികളുണ്ട്, ഇസ്ലാം മതവിശ്വാസികളുണ്ട്, പിന്നെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന മതവിശ്വാസികളുമുണ്ട്. അപ്പോൾ ഹിന്ദു എന്ന് പറയുന്നതിനകത്ത് ഇന്ന് പറയുന്ന ഹിന്ദുക്കൾ മാത്രം അല്ല ഉള്ളത്. അല്ലെങ്കിൽ ഹിന്ദു മതം എന്നത് രൂപപ്പെട്ടു വരുമ്പോൾ ഈ അർത്ഥത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇപ്പം നിർഭാഗ്യവശാൽ ചില പ്രത്യേക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അനുഷ്ഠിക്കുന്നവരെയാണ് ഹിന്ദു എന്നതിലേക്ക് നമ്മൾ ചുരുക്കിക്കൊണ്ടുവന്നു. ഇനി അതവിടെ നിൽക്കട്ടെ. അതായത് ഈ ഒരു സനാതന ധർമ്മം എന്നൊക്കെ അവകാശപ്പെടുന്ന വസ്തുത നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 1000 BC 1700-നും 2000-നും ഇടയിലാണ് ഇന്ത്യയിൽ ആര്യന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം കടന്നു വരുന്നത്. ആ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ ഈ ചോദ്യം നമുക്ക് വ്യക്തമാവുകയുള്ളൂ. അതിനു മുമ്പ് ഇവിടെ ഒരു സംസ്കൃതി ഉണ്ടായിരുന്നു. അത് ഏകദേശം 4500 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന മോഹൻജദാരോ, ഹാരപ്പ, ഗുജറാത്തിന്റെ പ്രദേശങ്ങളെല്ലാം കൂടെ ചേർത്തുണ്ടായിരുന്ന സംസ്കൃതിയാണ്. ആ സംസ്കാരം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ഏകദേശം 65,000 വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും ഇന്ത്യയിലേക്ക് കടന്നു വന്ന ജനങ്ങളിൽ നിന്ന് ഉടലെടുത്ത സംസ്കൃതിയാണ്. ആ സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അത് നിങ്ങൾ ശരിക്കറിയണം. ആ സംസ്കാരത്തിൽ സ്ത്രീ പുരുഷ ഭേദം ഉണ്ടായിരുന്നില്ല. അവിടെ സ്ത്രീ ദേവിയും പുരുഷൻ ദേവനും ആയിരുന്നില്ല. സ്ത്രീക്കും പുരുഷനും ഒരേ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. പക്ഷെ ആര്യന്മാർ കടന്നു വരുന്നത് BC 2000-ഓടനുബന്ധിച്ചാണ്. അവര് വന്നപ്പോൾ അവർ ആദികായകന്മാരും വെളുത്തവരുമൊക്കെ ആയിരുന്നു. അവർക്കൊരാധിപത്യം അവിടെ ഉണ്ടായി. അവർ വരുമ്പോൾ അവരുടെ കൂടെ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല. പുരുഷന്മാർ തന്നെ ആടിനെ മേയിക്കുന്നതിന് വേണ്ടിയും പശുവിനെ മേയിച്ചും ഒക്കെ എത്തിയതാണ്. അവരിവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളുമായി വിവാഹത്തിലേർപ്പെട്ട ഒരു കൂടിക്കലർച്ച ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ ഒരു പുതിയ വിഭാഗം തന്നെ ഉണ്ടാവുകയാണ്. അവര് വിവാഹം കഴിച്ച് അവരുടെ കൂടെ താമസിച്ച സ്ത്രീകളെയും അവരുടെ കൂടെ അതുപോലെ ജോലിക്കാരും ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്നുള്ള ആൾക്കാരെ ജോലിക്കെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അവര് ഒരു 4 വിഭാഗമായി മനുഷ്യനെ അങ്ങ് തിരിച്ചു. അതിലൊരു വിഭാഗം എന്ന് പറയുന്നതാണ് ഈ പൗരോഹിത്യം വിഭാഗം എന്ന് പറഞ്ഞ ബ്രാഹ്മണർ എന്ന് അവര് തന്നെ പറഞ്ഞുണ്ടാക്കി. ആ ബ്രാഹ്മണരെ സഹായിക്കുന്ന, അവർക്ക് ആഹാരം കൊടുക്കണമെങ്കിൽ കൃഷിക്കാർ വേണം, കച്ചവടം ചെയ്യുന്നവർ വേണം, അവരെ സംരക്ഷിക്കാൻ കുറെ ആൾക്കാർ വേണം, അവരുടെ ദാസ്യപ്രവൃത്തി ചെയ്യുന്ന ആൾക്കാർ വേണം. അതുകൊണ്ട് അവർ 4 വിഭാഗങ്ങളെ ഉണ്ടാക്കി. ഈ 4 വിഭാഗങ്ങൾ 4 താമസിപ്പിച്ചു. അടുത്തടുത്ത് താമസിപ്പിച്ചതുമില്ല. അങ്ങനെയാണ് ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന ഒരവസ്ഥ ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. അത് ഇന്നത്തെ ഹിന്ദുത്വവാദികൾ സനാതനം എന്നാണ് പറയുന്നത്. സനാതന ധർമ്മത്തിനകത്ത് ഒന്ന് അത് തന്നെയാണ്. എല്ലാ മതം എന്നല്ല, ഒന്നതാണ്. എന്നാൽ ഈ ചാതുർവർണ്ണ്യം സനാതനമാണോ? ഒരിക്കലും സനാതനമല്ല. അതങ്ങനെ നിലനിൽക്കേണ്ടതാണോ? അല്ല. അതിന് തെളിവുകളുമുണ്ട്. നമ്മളൊരു ഉദാഹരണം എടുക്കാം.
അതായത് മഹാഭാരതത്തിനകത്ത് ആ, ധർമ്മപുത്രൻ അദ്ദേഹത്തിന് സ്വർഗം പ്രാപ്തി അനുവദിച്ചു കൊടുത്തു. സ്വർഗത്തിലേക്ക് വരാനുള്ള അനുവാദം കിട്ടി. അങ്ങനെ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി അദ്ദേഹം ചെല്ലുമ്പോൾ അദ്ദേഹത്തിനോട് ഒരു നായ ഉണ്ടായിരുന്നു. അപ്പൊ ഈ നായയെ സ്വർഗത്തിലേക്ക് കടത്താൻ അനുവദിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു സ്വർഗമേ വേണ്ട. ഇത് വലിയൊരു ഏകത്വ ബോധത്തിന്റെ തലമാണ്. ആര്യന്മാരിൽ ഒരിക്കലും ഏകത്വം ഉണ്ടായിരുന്നില്ല. അവർ വിഭാഗീയതയുടെ തലത്തിൽ നിന്നവരാണ്. 4 ചാതുർവർണ്ണത്തിന്റെ ആൾക്കാരാണ്. അങ്ങനെയുള്ള ഈ ഈ യുധിഷ്ഠിരൻ എങ്ങനെയാണ് ഈ നായോട് ഇത്ര താല്പര്യം തോന്നിയത്? അത് ഇവിടെയുണ്ടായിരുന്ന ഈ നിലവിലുണ്ടായിരുന്ന സൈന്ധവ സംസ്കാരത്തിന്റെ ഭാഗമായ ദ്രാവിഡരുടെ സംസ്കാരമാണ്. ദ്രാവിഡ സംസ്കാരത്തിലാണ് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും സമമായ അവസ്ഥ ഉണ്ടായിരുന്നത്. അപ്പൊ ദ്രാവിഡ സംസ്കാരത്തിന്റെ കൂടിക്കലർച്ച, ആര്യ സംസ്കാരവും ദ്രാവിഡ സംസ്കാരവും തമ്മിലൊരു കൂടിക്കലർച്ച ഉണ്ടായതുകൊണ്ടാണ് ഈ യുധിഷ്ഠിരൻ സ്വർഗപ്രാപ്തി അനുവദിച്ചിട്ടും തന്നോടൊപ്പമുള്ള നായെ അനുവദിക്കാത്തത് കൊണ്ട് സ്വീകരിക്കുകയായിരുന്നു. അതൊരു സ്വാധീനമാണ്. പറഞ്ഞു വരുന്നത്, നമ്മൾ സന്യാസം എന്ന് പറയുന്നതിന് ഈ ആര്യ സംസ്കാരം മുന്നോട്ട് വെച്ച ഒരു താല്പര്യങ്ങളുണ്ട്. അത് കാഷായ വസ്ത്രം ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവര് ഈ ചാതുർവർണ്ണ ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്ന സോക്കോൾഡ് സനാതന ധർമ്മത്തെ അംഗീകരിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട സ്വാമിയായിട്ടാണ്, സന്യാസിയായിട്ടാണ് ഗുരുവിനെ ഇപ്പോൾ ആക്കാൻ ശ്രമിക്കുന്നത്. ഗുരു ചെയ്തത് ഈ ആര്യ സംസ്കാരം മുതൽ ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ള എല്ലാ സംസ്കൃതികളെയും, അതായത് വേദങ്ങളെയും ഉപനിഷത്തുകളെയും ഭഗവത്ഗീതയും ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തത്തെയും മൂല്യനവീകരണം ചെയ്ത് പുനരവതരിപ്പിച്ച ഗുരുവാണ്. ഗുരുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അല്ലെങ്കിൽ ഗുരുവിനോടൊപ്പം സമാനമായി മറ്റൊരു ഗുരുവിനെയും നമുക്ക് കാണാൻ കഴിയില്ലാത്തത്, അല്ലെങ്കിൽ ഒരു പ്രവാചകനെയും കാണാൻ കഴിയില്ലാത്തതിന്റെ കാരണം ഗുരുവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് വ്യവസായ വിപ്ലവത്തിന് ശേഷം, ആ കാലഘട്ടത്തിന് ശേഷമാണ്. അതുകൊണ്ട് ശാസ്ത്രീയ യുഗത്തിലാണ് ഗുരു ജീവിച്ചിരുന്നത്. അങ്ങനെയുള്ള ശാസ്ത്രീയ യുഗത്തിൽ ജീവിച്ചിരുന്ന ഗുരുവിന് ശാസ്ത്രീയമായ വീക്ഷണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതുവരെ നിലനിന്നിരുന്നതായ എല്ലാ പാരമ്പര്യങ്ങളെയും ഗുരു തകർത്തെറിഞ്ഞു. മനുഷ്യന്റെ സമഗ്രമായ പുരോഗതിക്ക് ഉതകാത്ത ഒരു ആചാരവും നിങ്ങൾ അനുഷ്ഠിക്കരുതെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഗുരു പറഞ്ഞു. അപ്പോഴെങ്ങനെയാണ് ഗുരു ഹിന്ദു സന്യാസിയാവുന്നത്? ഗുരു ഹിന്ദു സന്യാസത്തെ തന്നെ പരിഷ്കരിച്ചതിന്റെ, നവീകരണം ചെയ്തതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഗുരു കാവിയല്ല ധരിച്ചത്. വേറൊരു കളറുമല്ല, വെള്ള വസ്ത്രമാണ്. വെള്ള വസ്ത്രത്തിന്റെ പ്രത്യേകത എന്താണ്? ഏത് നിറവും അതിൽ പ്രതിഫലിക്കും എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും സ്വീകരിക്കുകയും അതിൻ്റെ എല്ലാം പരിശുദ്ധമായ തലത്തെ മാത്രം സ്വീകരിക്കുകയും ചെയ്ത ആളാണ് ഗുരു. അതുകൊണ്ട് ഗുരു ഒരിക്കലും ഹിന്ദു സന്യാസി അല്ല. ഈ ഹിന്ദു സംസ്കൃതിയോട് ചേർന്ന് നിൽക്കാഞ്ഞത് കൊണ്ടാണല്ലോ ഗുരു പറഞ്ഞത് എനിക്ക് ജാതിയും മതവും ഇല്ല എന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു മതത്തിന്റെ സന്യാസിയായിട്ട് ഗുരു മാറുന്നത്? ഇത് ഈ പറയുന്ന സോക്കോൾഡ് ശ്രീനാരായണീയർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ശ്രീനാരായണീയർ ആരാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഗുരു നിത്യചൈതന്യ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് ഗുരു പറയുന്നൊരു കാര്യമുണ്ട്. കുറെ ആളുകൾ ശ്രീനാരായണീയർ എന്നങ്ങോട്ട് സങ്കല്പിച്ചു. ആരാണത്? അവർക്ക് മദ്യത്തിൽ നിന്നും വിട്ടുപോകാൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ ശ്രീനാരായണീയർ എന്ന് പറയുന്നവരൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം മദ്യ കച്ചവടക്കാരാണ്. പക്ഷെ അവർക്ക് ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങളിലേക്ക് ആളാണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ശ്രീനാരായണീയർ. ശ്രീനാരായണ ഗുരുവിനെ ഒരിക്കലും ഗുരുവിന്റെ ഗുരുത്വത്തെ ഒരിക്കലും തിരിച്ചറിയുകയോ അതനുസരിച്ച് ജീവിക്കുകയോ ചെയ്യാത്തവർ പറയുന്നു ഞങ്ങൾ ശ്രീനാരായണീയർ. എന്താണ് അവരുടെ പ്രത്യേകത? ഞങ്ങളും മഞ്ഞ കൊടുക്കുന്നവർ. ഞങ്ങളുടെ നാട്ടിലൊരു പ്രോഗ്രാമിന് ചെന്നപ്പോൾ അവിടെ
എല്ലാ കസേരകളും മഞ്ഞ, ഭിത്തി മഞ്ഞ, കലം മഞ്ഞ, കഞ്ഞി വെക്കുന്നത് ഇളക്കുന്ന തവിയും മഞ്ഞ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ ഈ തവിയൊക്കെ ഇങ്ങനെ മഞ്ഞാക്കിയിരിക്കുന്നത്? നമ്മൾ ഭയങ്കര ഗുരുഭക്തരാണ് സർ. നമ്മുടെ ഗുരുഭക്തി എവിടെ പോയിരിക്കുന്നു? ഗുരുവിനോടുള്ള ഭക്തി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രകടമായ ചില കാര്യങ്ങളാണത് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഗുരു ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ എന്തൊക്കെ അരുത് എന്ന് പറഞ്ഞതെല്ലാം നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ക്ഷേത്രം ഗുരുവിന്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് അതിന് പുറത്തുകൂടി നെയ്യഭിഷേകവും പാലഭിഷേകവും തേനഭിഷേകവും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ രാവിലെ എഴുന്നേക്കും, നമ്മളുടെ മകൻ അല്ലെങ്കിൽ മകൾ നമ്മളുടെ തലയിൽ കൂടെ പാല് അഭിഷേകം ചെയ്യുകയാണ്, നെയ്യ് അഭിഷേകം ചെയ്യുകയാണ്, തേൻ അഭിഷേകം ചെയ്യുകയാണ്. നമ്മൾ ചോദിച്ചാൽ എന്താണ് നീ കാണിക്കുന്നത്? അത് അച്ഛനോട് എനിക്ക് ഭയങ്കര ഭക്തിയാണ്, അതുകൊണ്ട് ഞാൻ അഭിഷേകം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇത് തന്നെയാണ് നമ്മൾ ഗുരുവിനോട് ചെയ്യുന്നത്. വെള്ളവും പുഷ്പങ്ങളും മാത്രം മതി എന്ന് പറഞ്ഞ ഗുരുവുണ്ട് ഇവിടെ. പുഷ്പങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ശുദ്ധിയാണ്, അതുകൊണ്ടാണ് ഹൃദയ പുഷ്പങ്ങളെ ഉപയോഗിക്കുന്നത്. ഏറ്റവും ലളിതമായ അല്ലെങ്കിൽ ഏറ്റവും മൃദുലമായ ഒന്നാണ് പുഷ്പം. നമ്മുടെ ഹൃദയം അതുപോലെ നിഷ്കളങ്കമാവണം, മൃദുലമാകണം എന്നാണ് ഗുരു പറഞ്ഞത്. പക്ഷെ നമുക്കിതൊന്നും പറ്റില്ല. നമ്മൾ വീണ്ടും പണ്ടു മുതൽ പാരമ്പര്യമായി തുടർന്നു വന്നിരുന്ന അനാചാരങ്ങളിൽ നിന്ന് വിട്ടുപോവാൻ തയ്യാറല്ലാതെ ശ്രീനാരായണീയർന്ന് മിണ്ടരുത്. ഗുരുവിന്റെ ഈ 64 കൃതികളിലും എഴുതി വച്ചിരിക്കുന്ന വസ്തുത നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമുക്കെല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, എല്ലാവരോടും ആർദ്രതയും എല്ലാവരെയും ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ശ്രീനാരായണീയൻ എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. പിന്നെ മറ്റൊരു ചോദ്യം ഇതാണ്, ശബരിമലയിൽ സ്ത്രീകൾ പോകണം എന്ന് പറഞ്ഞൊരു സന്ദർഭം ഉണ്ടായിരുന്നു. ഞാനൊക്കെ കോളേജുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഒരു വിധി ഉണ്ടാവുന്നത്. സ്ത്രീകൾ ശബരിമലയിൽ കയറണ്ട എന്ന് പറയുന്നൊരു വിധിയുണ്ടായി. ആ സന്ദർഭത്തിലാണ് നിത്യഗുരു ഒരു ലേഖനം എഴുതിയത്. ഇങ്ങനെയാണ്: എല്ലാ സ്ത്രീകളും ശബരിമലയിൽ പോകണം. അതിനോടനുബന്ധിച്ച് പിന്നെ പല ലേഖനങ്ങൾ എഴുതിയപ്പോൾ നിത്യഗുരു തന്നെ എഴുതി ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ഒരു വിധവയെ കൊണ്ട് പൂജ ചെയ്യിപ്പിച്ചു. വിധവാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അക്കാലത്ത് വിധവ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലെ ഒരു കാര്യത്തിനും അടുപ്പിക്കില്ല. അത്ര അശുദ്ധയാണെന്ന് വിശ്വസിക്കുന്ന, ഏറ്റവും അശുദ്ധമാണെന്ന് വിശ്വസിക്കുന്ന കാലഘട്ടമാണ്. അപ്പോഴാണ് ഗുരു ഒരു വിധവയെയും വിളിച്ചു. ഈ വെള്ള വസ്ത്രമൊക്കെ വരിച്ച് ദൂരെ കളയാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചോളൂ, എന്നിട്ട് ഇതാ ആ ക്ഷേത്രം നിങ്ങൾക്കുള്ള, നിങ്ങളാണ് അതിന്റെ പൂജ ചെയ്യേണ്ടിയിരിക്കുന്നത്. ഇന്നും കർണാടകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വന്നു പോകുന്ന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ ഇന്നും വിധവകളാണ് പൂജാരികൾ. അങ്ങനെ വിപ്ലവകരമായ ഒരു നിലപാട് കാണിച്ചു തന്ന ഗുരുവിന്റെ അനുയായികളെന്ന് സ്വയം അഭിമാനിക്കുന്ന ശ്രീനാരായണീയരാണ് നിങ്ങൾ അശുദ്ധരാണെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയപ്പോൾ, അല്ല അതെ ഞങ്ങൾ അശുദ്ധരാണ്, ഞങ്ങളെ കേറ്റരുതേ എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്നത്. എന്താണ് ഇതിനെ പറയാൻ കഴിയുക? എന്തൊരു നാണക്കേടാണ്. ലോകത്തുള്ള രാജ്യങ്ങളിലുള്ള പലരും അന്ന് ആ സന്ദർഭങ്ങളിലൊക്കെ എഴുതുകയുണ്ടായി. ഒരു മനുഷ്യൻ നിങ്ങൾ അശുദ്ധരാന്ന് പറയുമ്പോൾ അശുദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങളെ അശുദ്ധരായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്നത് ലോകത്തൊരിടത്തും കാണില്ല. ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും ഈ വിധിയോടനുബന്ധിച്ച് വിധിയുണ്ടായി. അവിടെയെല്ലാം സ്ത്രീകൾക്ക് അനുവാദം കിട്ടുകയും അവർ എരച്ചു കയറുകയും ചെയ്തു. പക്ഷെ കേരളത്തിൽ ഞങ്ങൾ അശുദ്ധരാണെന്ന് സമ്മതിച്ചുകൊണ്ട്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പെൺകുട്ടി ഋതുമതിയാകുമ്പോഴാണ് അതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരവസ്ഥ. ഇതുപോലെ തന്നെ പുരുഷനുമുണ്ട് അവസ്ഥ. പക്ഷെ പുരുഷൻ അശുദ്ധിയില്ല, സ്ത്രീക്ക് അശുദ്ധി. ഇതിന്റെ പേരാണ് ആൺകോയ്മ എന്ന് പറയുന്നത്. അങ്ങനെ സ്ത്രീയോട് നീ അശുദ്ധയാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ മുതൽ അവൾ പതിയെ പുരുഷന്റെ താഴേക്ക് വരാൻ തയ്യാറാവുകയാണ്. കാരണം പുരുഷൻ ശുദ്ധനാണല്ലോ, അവൻ അശുദ്ധിയില്ല.
ഒരു പുരുഷനാകുമ്പോൾ അവിടെയും അങ്ങനെയാണെങ്കിൽ അശുദ്ധി ഉണ്ട്. പക്ഷെ പുരുഷൻ അശുദ്ധിയില്ല. കാരണം ആരാണ് ഇത് കൽപ്പിച്ചു വെച്ചിരിക്കുന്നത്? പുരുഷന്മാരാണ്. എല്ലാം മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? അവിടെ ആൺകോയ്മയാണ്. തിരിച്ചു മനുഷ്യ സ്ത്രീ എന്ന് പറയേണ്ട ഗതികേടുണ്ടാവുകയാണ്. അപ്പൊ ഇവിടെ എല്ലാം സൂക്ഷ്മമായി നമ്മൾ പരിശോധിച്ചാൽ പോലും ഈ സ്ത്രീയെ എപ്പോഴും തന്നെക്കാൾ ഒരു പടി താഴെ നിർത്തുന്നതിനുള്ള അടവുകൾ ഈ ആര്യ സംസ്കാരം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും സ്വീകാര്യമല്ലാത്തതായ വേർവൃത്യത്തിന്റെ വിഭാഗീയതയുടെ തലത്തിൽ നിൽക്കുന്ന ആര്യ സംസ്കാരമാണ് നമ്മൾ ഇന്ന് ക്ഷേത്രങ്ങളിലും അനുഷ്ഠാനങ്ങളിലും സന്യാസത്തിലും എല്ലാം സ്വീകരിച്ചിരിക്കുന്നത്. അതിനെ ഒരു രീതിയിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ വന്നിട്ട് ഇതെല്ലാം രാഷ്ട്രീയവൽക്കരിച്ച് രാഷ്ട്രീയ ചൂഷണത്തിന് വേണ്ടി കൂടി പ്രയോജനപ്പെടുത്തുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിൽ പെട്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, അലവതു കണ്ടലയാതമർന്നിടേണം. ഈ അലച്ചിലിൽ ചെന്ന് നമ്മൾ പെട്ടുപോകരുത്. ഏതെങ്കിലും മതം മറ്റൊരു മതത്തെക്കാൾ നല്ലതാണെന്നോ ആചാരം മോശമാണെന്നോ നല്ലതാണെന്നോ പറഞ്ഞാൽ നമുക്കതിന്റെ മൂല്യത്തിലേക്ക് പോകാൻ കഴിയണം. അവർക്ക് അപ്പം മറുപടി കൊടുക്കാനുള്ള ആർജവം നമുക്കുണ്ടാകണം. വേറെന്തെങ്കിലും അത് കുറ്റകരവുമല്ല പാപവുമല്ല എന്നും അതാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ പുരുഷനും അവസ്ഥയുണ്ട്. സ്ത്രീകൾ സ്ത്രീ ആകുന്നു എന്ന്, അത് ഋതുമതിയാകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പുരുഷനും പുരുഷനാകുന്നതായ ഒരവസ്ഥയുണ്ടല്ലോ. അപ്പൊ പുരുഷന് വിളക്ക് കത്തിക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷെ സ്ത്രീക്ക് പ്രശ്നമാണ്. കാരണം ഇത് നൂറ്റാണ്ടുകളായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ഓരോ സ്ത്രീകളും വിചാരിക്കുകയാണ് ഇത് മോശമാണ് എന്ന്. അത് നമ്മുടെ ഉള്ളിൽ നിന്നെടുത്ത് കളയേണ്ട സമയം എന്നേ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് കുറേ ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ പ്രത്യേക സമയത്ത് നമ്മളെ പ്രത്യേക രീതിയിൽ താമസിപ്പിക്കണം, പ്രത്യേക ആഹാരം കൊടുക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, തെരുവിൽ വളരുന്ന സ്ത്രീകൾക്ക് എന്ത് പ്രത്യേക ആഹാരം കിട്ടുന്നു, എന്ത് അവർക്ക് വിശ്രമം കിട്ടുന്നു. ഇതൊക്കെ പറ്റിക്കാൻ വേണ്ടി നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നീ സ്ത്രീയാണ്, നീ സ്ത്രീയാണ്, നീ സ്ത്രീയാണ് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഈ ഒരു പ്രത്യേക മുറിക്കകത്ത് കൊണ്ടിടുക, നല്ല ആഹാരം കൊടുക്കുന്നു, തേൻ കൊടുക്കുന്നു, നെയ്യ് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ വേണം എന്ന് നമുക്ക് തോന്നുക. എന്താണ്? നമ്മൾ ആഠ്യസ്ത്രീകളാവുകയാണ്. ആഠ്യസ്ത്രീ ആകണമെങ്കിൽ എന്ത് വേണം? ഈ സമയത്ത് ഒരു ജോലിയും ചെയ്യാതെ നെയ്യും കഴിച്ച് നെയ്ച്ചോറ് കഴിച്ചുകൊണ്ട് ഓടാനങ്ങാതിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ കുലസ്ത്രീ ബോധം അങ്ങോട്ട് ഉണ്ടാവുകയാണ്. കുലസ്ത്രീ ബോധം ഒരു ഒന്നാന്തരം ചൂഷണമാണ്. അത് നമുക്ക് വേണം. നമ്മളെപ്പോഴും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനകത്തൊരു കൊള്ളാം, നല്ലൊരു കാര്യമാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ സ്ത്രീയെ ദേവിയാക്കണമെന്ന് പറയുന്നതിനകത്ത് അടക്കി വെച്ചിരിക്കുന്ന ചൂഷണവും ഇത് തന്നെയാണ്. ആരും സ്ത്രീയെ ദേവിയൊന്നും ആക്കണ്ട, പുരുഷൻ പോലെ തന്നെ തത്തുല്യമായി കാണാൻ കഴിയും. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു ആൺകുട്ടിക്ക് എത്ര സ്വാതന്ത്ര്യത്തോടെ വളരുന്നു, അതേ സ്വാതന്ത്ര്യത്തിൽ ഒരു പെൺകുട്ടിയും വളരുന്നു എന്ന് വിചാരിക്കുക. ആൺകുട്ടി എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം ഈ പെൺകുട്ടിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷെ നമ്മളൊരു പെൺകുട്ടി വളർന്ന് ഒരു പ്രത്യേക പ്രായമാകുമ്പോൾ തന്നെ നമ്മൾ ചില നിബന്ധനകൾ വരും. നീ ഉറക്കെ ചിരിച്ചുകൂടാ, വലിയ ചടിച്ച് ചാടിക്കൂടാ, അങ്ങനെ ചെയ്താൽ ഈ കുലസ്ത്രീ ബോധം അങ്ങോട്ട് തട്ടിക്കൊടുക്കുകയാണ്. പക്ഷെ പുരുഷന് എന്തും ചെയ്യാം. ഇന്നതൊക്കെ കുറെ മാറി വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് വേറൊരു ദോഷത്തിലേക്ക് പോകുന്നുണ്ട്. നീ പുരുഷനെ പോലാകണം എന്ന് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഒരിക്കലും അത് പാടില്ല. നീ എന്ന ഒരു വ്യക്തി തന്നെയാണ്. അത് മറ്റൊരാളിനെ പോലെ ആകാനല്ല നമ്മൾ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നത്. ആ വ്യക്തിക്കകത്ത് നിന്നുകൊണ്ട് വളരാനാണ് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നത്. പക്ഷേ സ്ത്രീ പുരുഷ ബോധം ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അത് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ചൂഷണത്തിന് വിധേയമാവുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇത് രണ്ടും ഒന്നായി തന്നെ, ഒരിക്കൽ പോലും നീ പെണ്ണാണെന്നുള്ള ബോധം കൊടുക്കാതിരിക്കുക, അതുപോലെ നീ പുരുഷനാണെന്നുള്ള അഹങ്കാര ബോധം കൊടുക്കാതിരിക്കുക. ഒരു പ്രത്യേക പ്രായമാകുമ്പോഴത്തേക്ക് ആൺകുട്ടികളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ചിരിക്കുകയൊക്കെ ചെയ്താൽ നീ അങ്ങനെ ചിരിക്കുകയും ചെയ്തു, നീ നല്ല ഗൗരവമൊക്കെ വേണം, ആൺകുട്ടിയല്ലേ. അപ്പോൾ തന്നെ അയാളുടെ മനസ്സിൽ കൊടുക്കുന്ന ഒരു ആൺകോയിമ ബോധമാണ്.
ഒരു പെൺകുട്ടി എന്നാണ് നമ്മളെന്ന് പറയും, നീ അങ്ങനെ നമുക്ക് വാവലിച്ച് ചിരിക്കുകയും ഇങ്ങനെ ചാടി മറിഞ്ഞ് അടക്കുകയും ചെയ്യരുത്. ഈ പെൺകുട്ടി അടക്കവും ഒതുക്കവും വേണം. തീർന്നു. അതോടുകൂടി ആ കുട്ടിയുടെ വ്യക്തിത്വത്തെ നമ്മൾ തകർക്കുകയാണ്. കുട്ടി ഋതുമതിയാകുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ആ കുട്ടി അപ്പോൾ തന്നെ ഒരു അപകർഷതാ ബോധം നമ്മൾ അറിയാതെ ഈ കുട്ടിയിൽ കൊടുക്കുകയാണ്. എങ്ങനെ ആ കുട്ടിക്ക് ഒരു സമഗ്ര വ്യക്തിത്വത്തിലേക്ക് വരാൻ കഴിയും? ഈ സമീപനം നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ഈ പരമ്പരാഗതമായി കുലസ്ത്രീ ബോധം, മഹാഭാരതത്തിൽ ഭഗവത്ഗീതയിൽ വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിക്കുന്നുണ്ട്. അർജുനൻ ചോദിക്കുന്നുണ്ട്, എല്ലാവരും യുദ്ധത്തിൽ മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുലസ്ത്രീ നശിച്ചു പോകില്ലേ? അതിനെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട് കൃഷ്ണൻ. അങ്ങനെ ഒരു കുലസ്ത്രീ ബോധം എന്ന് പറഞ്ഞു, കുലസ്ത്രീ എന്നൊരു സാധനമേ ഇല്ല. അങ്ങനെ ഒരു കുലസ്ത്രീ ബോധം ഉണ്ടാക്കി വെച്ചിട്ടാണ് അതിൽ നിന്ന് ദേവീഭാവത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കൊള്ളാമല്ലോ, ദേവീഭാവത്തിൽ ഇരുത്താമല്ലോ, നീ മിണ്ടാതെ അവിടെ ഇരുന്നോണം എന്നാണ് ഇതിന് പറഞ്ഞു തരുന്നത്. ക്ലിയർ ആണല്ലോ?